കഴിഞ്ഞ 13 കൊല്ലമായിട്ട് ഈ ബിസിനസിന്റെ വളർച്ചകളും ഈ ബിസിനസിന്റെ തളർച്ചകളും ഒക്കെ കണ്ട ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 2 കൊല്ലമായിട്ടാണ് കുറച്ച് ഫോക്കസ് അങ്ങനെ കൂടുതൽ കൊടുത്തു തുടങ്ങിയത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് എന്റെ മുമ്പിൽ ഇന്ന് ഇത്രയും അധികം ആൾക്കാർ ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇന്ന് നമുക്ക് രവി സാർ പറഞ്ഞത് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണുള്ളത്. ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പല ക്ലാസ്സുകൾ കേട്ടിട്ട് ഇത്രയും വേറിട്ട രീതിയിൽ ഇത് പറഞ്ഞത് ഇത്രയും വ്യാപ്തമായിട്ട് നമ്മുടെ ഉള്ളിൽ അടിച്ചു കയറ്റുന്ന തരത്തിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിന്റെ ഒരു എനർജിയിൽ ഇരിക്കാന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വൈ പ്രത്യേകിച്ച് പറയണമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം അദ്ദേഹം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. എന്തിനു നമ്മളിത് ചെയ്യണം എന്നുള്ളത്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പൊ ചിന്തിക്കുന്ന കാര്യം എപ്പോ ഇത് ചെയ്യാൻ പറ്റുന്ന, എപ്പോ തൊട്ട് ഞാനിത് ചെയ്ത് തുടങ്ങണം എന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഒരു 2 കൊല്ലം മുമ്പേ വരുമ്പോ ഇവിടെ എത്ര പേര് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് എനിക്ക് അറിയില്ല. കാരണം നിങ്ങൾ മാസ്ക് ഇട്ടുകൊണ്ട് ഒട്ടും അറിയാൻ പറ്റില്ല. അതിന് മുന്നേ അറിയാൻ എനിക്ക് വലിയ ചാരിത്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് സ്വമനസ്സാലിരിക്കുന്നവരുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇതേപോലെ ഒരു മീറ്റിംഗിൽ, യൂത്ത് ഒന്നും അല്ല കേട്ടോ, സാധാരണ ആൾക്കാർ ഒരു മീറ്റിംഗിൽ ഞാൻ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോയിരിക്കുകയും അവിടെ ഇരുന്ന് ഈ മീറ്റിങ്ങിനെ വളരെ പുച്ഛത്തോടെ നോക്കി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയാണ് ആദ്യം മീറ്റിങ്ങുകളിലേക്ക് കടന്നു ചെന്ന് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തത്. പക്ഷെ എന്നിരുന്നാൽ പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു, പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഈ സംഭവം എന്താണ്, ഞാൻ ഒരു ചെറുപ്പക്കാരൻ നോക്കിയിട്ട് എന്തിനാ ഞാൻ ചെയ്യണം, ഇതിന്റെ ആവശ്യമുണ്ടോ? കുറെ പേരോട് കുറെ കാര്യങ്ങൾ പറയുന്നു, കുറെ പേര് ഇരുന്ന് കൈയടിക്കുന്നു, കുറെ പേര് ഒച്ച ഉണ്ടാക്കുന്നു, കുറെ പേര് ബഹളം വയ്ക്കുന്നു, കുറെ പേര് പോകുന്നു, കുറെ പേര് ടൈ ഇട്ട് വരുന്നു, കുറെ പേര് ടൈ ഇടാതെ വരുന്നു, കോട്ടിട്ട് വരുന്നു, കോട്ടിടാതെ വരുന്നു, എന്തൊക്കെയോ പറയുന്നു. ആകെ മൊത്തം ബഹളം. തുടക്കത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ ഈ സംഭവം. കുറെ പേര് വന്നു. സാധാരണ നമ്മളിങ്ങനെ കൈ കൊണ്ടുന്ന ആൾക്കാരെ നമ്മൾ യൂഷ്വലി കണ്ടെങ്കിൽ ഒരു വിഭാഗം ഉണ്ട്. ഏതാണെന്നറിയോ? പെന്തക്കോസ്റ്റ്. അപ്പൊ നമ്മളിങ്ങനെ വരുമ്പോൾ ഫുൾ കയ്യടിയാണ്. അപ്പൊ നമ്മളിപ്പോ കൈയടിക്കാതെ ഇങ്ങനെ ചിലവരൊക്കെ ഇങ്ങനെ ഇരിക്കും, 2 കൈ ഇങ്ങനെ കെട്ടിയിരിക്കും. അപ്പോൾ ആൾക്കാർ പറയും കൈയടിക്കും കൈയടിക്കുന്ന പറയും. അപ്പൊ നമുക്ക് ആകെ ഒരു വിരക്തിയാവും. ഞാൻ എന്തിനാ അവിടെ ഒന്ന് കൈയടിക്കും, ഞാനിപ്പോ എന്തിനാ കൈയടിക്കുന്നത്, പല ചിന്തകൾ വരും. പക്ഷെ കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് 2 കൊല്ലം മുന്നേ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് സത്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കണോ? 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 ഓക്കെ. അപ്പോ ഇവിടെ നമ്മള് കുറച്ച് കാര്യങ്ങൾ കേട്ടു. എന്താണ് RCM, എന്താണ് കമ്പനി പ്രൊഫൈൽ എന്നതൊക്കെ കേട്ടു. അതായത് ഇപ്പൊ നമ്മളൊരു കല്യാണമൊക്കെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടുകാരെ പറ്റി അറിഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. പക്ഷെ പെൺകുട്ടി ഇഷ്ടമാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല, പെൺകുട്ടിക്ക് നമ്മുടെ ഇഷ്ടമാണെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം അത്തരത്തിലൊരു വിഷയമാണ്. വൈ, എന്തിന് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തിന് നമ്മൾ കല്യാണം കഴിക്കണം. എത്ര പേര് കല്യാണം കഴിക്കാത്തവരുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും. ബാക്ക് സൈഡിൽ ഞാൻ വരുന്നില്ല അല്ലെ? അപ്പൊ കല്യാണം അത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. അല്ല സാറേ, സാറിപ്പോ 2 ആഴ്ച കഴിയുമ്പോൾ ഇപ്പൊ വളരെ മനോഹരമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് വിൽസൺ മാഡം എന്താണ് അഭിപ്രായം? ഇപ്പൊ വളരെ ഹാപ്പിയാണ്, നല്ലൊരു കാര്യം. അപ്പൊ സാറ് വിട്ടുപോയ ഒരു കാര്യം കൂടി ഞാൻ പറയാം. RCM നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം തരും. ഇനി കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയും തരും. ഇനി പെൺകുട്ടികൾക്ക് അടുത്ത ചെക്കന്മാരും തരും. അതിന് ബീവി സെപ്പറേറ്റും തരും. ഒരു പുരുഷായുസിൽ കിട്ടാവുന്ന എല്ലാം ഇന്ന് RCM കമ്പനി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്, നിരന്നിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കഥ നേരെ പൊട്ടുന്ന പോലെ ടപ്പ എപ്പോഴും ഏത് പ്രൊഡക്റ്റ് വരുമെന്ന് പറയാൻ പറ്റില്ല. ഈ ആലിപ്പഴം വീണത് കണ്ടിട്ടുണ്ടോ? ആലിപ്പഴം എത്ര പേര് കണ്ടെന്ന് എനിക്കല്ല. പക്ഷെ വീഴുമ്പോ പണ്ട് നമ്മള് ഒരു പാത്രം എടുത്ത് പൂൺ പിടിക്കാൻ, എത്ര പിടിക്കാൻ പറ്റും അത്ര പിടിക്കും. ഇപ്പൊ അതവസ്ഥ. പ്രൊഡക്റ്റ് മാനേജ് കിട്ടില്ല, അവിടെ നിന്ന് വീണോണ്ടിരിക്കും. നമ്മൾ ഓടിപ്പോട്ടെ, ഇവിടുന്നൊക്കെ എന്തൊക്കെ എടുക്കേണ്ടത് ഒരു ഐഡിയ ഇല്ല, ഏതിനെ പറ്റി പഠിക്കേണ്ടത് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ കമ്പനി പ്രൊഫൈലിൽ രവി സാർ അതിമനോഹരമായിട്ട് പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആകെ കൂടിയിട്ട് ഒരു ഷർട്ട് പാന്റ് പീസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഷർട്ട് പാന്റും പീസും വെച്ചിട്ട് നമുക്ക് എവിടെ പോകാൻ പറ്റും? ഇന്ന് നമ്മുടെ വീടുകളിൽ പല ആൾക്കാർ വരുന്നുണ്ട്, ഡാർക്ക് സെല്ലേഴ്സ് വരുന്നുണ്ടല്ലേ, സിസോ ബുക്സ്, എൻസൈക്ലോപീഡിയ, ഇതൊക്കെ നമ്മൾ വാങ്ങാറുണ്ടോ? ഗായത്രി വാങ്ങാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? പറഞ്ഞ ആൾക്കാർ വരാറില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ കടലിൽ ജീവിക്കുന്ന ജീവികൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, കരയിൽ ജീവിക്കുന്ന ജീവികൾ അറിയില്ലേ, തൊട്ടയൽവക്കത്തെ ആൾക്കാർ അറിയില്ല, പിന്നെയാണ് കടലിൽ ജീവിക്കുന്ന ജീവികൾ. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പല ആൾക്കാരും നിങ്ങൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? സാധാരണ രീതിയിൽ വരൂ, വന്നിരിക്കൂ, ചായ കുടിക്കൂ, രാവിലെ വരുന്നു കഴിച്ചോ, കുറച്ച് വെള്ളം തന്നെ നമുക്ക് ചോദിക്കൂ, അതോ വാതിലിന്റെ ബോൾട്ട് അനങ്ങുന്ന പോലെ രീതിയിൽ അടി വെച്ച് കൊടുക്കൂ? സാധാരണത്തിൽ അങ്ങനെയാണ്, നല്ലൊരു പുഷിലാണ് ഒറ്റ അടി അടിക്കുക. അപ്പൊ ഞാൻ ബിസിനസ്സിലേക്ക് ഒരു ഭാഗം കൂടി ഉണ്ടാകുന്ന ഒരു ഷർട്ട് പീസും പാന്റ് പീസും ആണ് തുടക്കകാലത്ത്. ഈ ഒരു ഷർട്ട് പീസും പാന്റ് പീസും വെച്ചിട്ട് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നത് എത്ര പേര് ഇവിടെ പാന്റ് ഇടുന്നവരുണ്ട്? എത്ര പേരുണ്ട്? നിങ്ങളുണ്ട്. ചെറുപ്പക്കാരോട് ചോദിക്കണം, ഞാൻ ജനറലി ചോദിക്കുകയാണ്. ജനറലി ഒരു 10 കൊല്ലം മുന്നേ നിങ്ങൾ പിന്നാക്കം പോയി കഴിഞ്ഞാൽ പാന്റൊക്കെ ഈ നാട്ടിൽ വളരെ കുറവാണ്. ഇനി പാന്റ് ഇട്ടാൽ തന്നെ ജഗതി സിനിമയിൽ പറയില്ല, അച്ഛ പാന്റ്, അമ്മ പാന്റ് എന്ന് പറഞ്ഞാൽ നിന്നിങ്ങനെ കുറച്ച് നേരം ക്ലാസ്സിന്റെ അവിടെ നിൽക്കും. പിന്നെ അറിയുമോ
കാറ്റ് വിട്ടു കാറ്റ് പുറത്തേക്ക് പോകും, കാറ്റകത്തേക്ക് വരും, കുഴപ്പമില്ല. ഫാനിന്റെ ബുദ്ധിമുട്ടാണ്, കാരണം കാറ്റ് പുറത്തേക്ക് പോയിട്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പോ ഈ ഒരു സംവിധാനത്തിൽ ഞാൻ തുടക്കത്തിൽ വന്നപ്പോൾ ഷർട്ടും പാന്റും മാത്രം വെച്ചിട്ട് എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഇത് വളരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഷർട്ടും പാന്റൊക്കെ വിറ്റ് പോകണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കമ്പനി വിചാരിച്ചു ഇതുകൊണ്ട് മാത്രം നടക്കില്ല. കാരണം നോർത്ത് ഇന്ത്യക്കാർക്ക് ഒരു ഗുണമുണ്ട്, അവർക്ക് കാശിന്റെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് കത്തും. ഇവിടെ കാശ് മാത്രം പോരാ, ഇവിടെ കുറച്ച് ക്വാളിറ്റി വേണം. എങ്ങനത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് വേണം, ക്വാളിറ്റി ഓഫ് ഹെൽത്ത് വേണം. അങ്ങനെ ഇവിടുത്തെ കാര്യം ആലോചിച്ചപ്പോൾ കമ്പനി തീരുമാനിച്ചു എന്നാൽ കുറച്ച് FMCG ഉൽപ്പന്നങ്ങൾ ഇറക്കാം. സോപ്പ്, ഉപ്പ്, മുളക്, മല്ലി, ചായപ്പൊടി, അങ്ങനെ കുറച്ചൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഇറക്കി. അങ്ങനെ കുറച്ചിറക്കിയപ്പോ വേറൊരു മനോഭാവം എന്റെ മുമ്പിൽ വന്നു. അല്ല, ഇതൊക്കെ കൊണ്ടൊരു വീട്ടിലേക്ക് എങ്ങനെ ചെയ്യാൻ? നമ്മൾ സാധാരണ ഒരു പലചരക്കാരനായിട്ട് മാറില്ലേ? നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെന്ന് ഉപ്പ്, മുളക്, മല്ലിയൊക്കെ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോശം കാര്യമല്ലേ? മോശം കാര്യമാണോ? അല്ല. ഇപ്പൊ ചിന്താഗതി മാറി. ഒരു 10 കൊല്ലം മുന്നേ ഇങ്ങനൊന്നായിരുന്നു ചിന്താഗതി. ഒരു 10 കൊല്ലം മുന്നേ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഒരു യൂത്തിനെ? ഇല്ല, ആരും വന്നില്ല. എന്റെ അറിവിൽ ഒറ്റൊരു ചെറുപ്പക്കാരും വന്നിട്ടില്ല. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരു 10 കൊല്ലത്തിനുള്ളിൽ കമ്പനിക്ക് ഇത്രയധികം ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 15 കൊല്ലത്തിലേക്ക് എന്തായിരിക്കും അവസ്ഥ? ചെറിയൊരു കാര്യമല്ല. കാരണം ഇന്ന് വേറെ ഏത് കമ്പനിയുടെ വളർച്ച എടുത്താലും ഇത്രയും വളർന്നിട്ടുള്ള ഒരു കമ്പനി. കാരണം ഈ കമ്പനിയിലേക്ക് ഞാൻ വരുമ്പോൾ 2004 എന്നുള്ള കൊല്ലത്തിലാണ് വരുന്നത്. ഇന്ന് 2021 വന്നിരിക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഏകദേശം 700-ലധികം പ്രൊഡക്റ്റുകളുണ്ട്. ഇതിൽ തന്നെ പല സെഗ്മെന്റുകളുണ്ട്. അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1000+ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇത്രയും കൊല്ലം കൊണ്ട് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു കമ്പനി നിലവിൽ ഇന്ത്യയിൽ ഇല്ല, ആസ്യമല്ലാതെ. അത് പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രസ്റ്റീജ് എന്നുള്ള കമ്പനി കേട്ടിട്ടുണ്ട് അല്ലെ? എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ മിക്ക ആൾക്കാരുടെ വീട്ടിൽ കുക്കറുകൾ ഒക്കെ പ്രസ്റ്റീജിന്റെ ആയിരിക്കും. ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് വരെ പ്രസ്റ്റീജ് ഉള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് 47 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. പ്രസ്റ്റീജ് എന്നുള്ള കമ്പനിക്ക് ഓൾറെഡി പരസ്യം ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് പ്രസ്റ്റീജ് എന്നുള്ളൊരു കമ്പനി ആസിയൻ ബിസിനസ് ആയിട്ട് ടൈപ്പ് ചെയ്യണം? എന്തുകൊണ്ട് ചെയ്യണം? കൃഷ്ണാനന്ദ്, എന്തുകൊണ്ട് ചെയ്യണം? ലാഭത്തിന്. എന്ത് തരം ലാഭം? ലാഭം പലതരത്തിലുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനെ പറ്റിയിട്ട് പ്രസ്റ്റീജ് കമ്പനിക്ക് ഇതിനെ പറ്റി പരസ്യം ചെയ്ത് നാട്ടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഓൾറെഡി ഡീലേഴ്സ് ഉണ്ട്, ഓൾറെഡി പരസ്യക്കാരുണ്ട്, എല്ലാവരുമായിട്ട് സൈനപ്പ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രസ്റ്റീജ് കമ്പനി വിചാരിക്കുന്നത് ഇന്ന് ആസിയൻ എന്നുള്ള പ്രസ്ഥാനം വളർന്നത് ഏകദേശം 10 കോടി ജനങ്ങൾ ആസിയന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്, യാതൊരു പരസ്യമില്ലാതെ വാങ്ങുന്നുണ്ട്. അതായത് പരസ്യത്തിന്റെ ചെലവ് ലാഭമാണ്, ഡീലേഴ്സിന്റെ ചെലവ് ലാഭമാണ്, കമ്മീഷൻ കൊടുക്കണ്ട. ഡയറക്റ്റ് കമ്പനിക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കഴിഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കും. എത്ര കോസ്റ്റ് ലാഭിക്കാം? റൈറ്റ്, എത്ര കോസ്റ്റ് ലാഭിക്കാം? അങ്ങനെ വിചാരിച്ചപ്പോൾ കമ്പനി തീരുമാനിച്ചു ഇന്ന് ശരി ആസ്യമായിട്ട് ടൈപ്പ് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഉൽപ്പന്നങ്ങൾ ആസ്യമിലേക്ക് എത്തിച്ചു കൊടുക്കാം. അങ്ങനെ എത്തിച്ചു കൊടുത്തപ്പോൾ കമ്പനിക്ക് ഉണ്ടായ ലാഭം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 കൊല്ലത്തിൽ കൂടുതൽ കണ്ടുവന്നൊരു ലാഭമാണ്. കുത്തന ഗ്രാഫ് ക്ലിയർ ചെയ്തു. കാരണം നിങ്ങൾ ആരെങ്കിലും 10 കോടി ജനങ്ങളിലേക്ക് ആ ഒരു ഒപ്പിട്ടപ്പോൾ ഡയറക്റ്റ്ലി ഉൽപ്പന്നങ്ങൾ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ റീച്ച് കിട്ടുന്ന ആമസോൺ പോലും ഇല്ല. കാരണം ഒറ്റൊരു സിഗ്നേച്ചറിൽ ആ കമ്പനിയുടെ 10 കോടി ജനങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ഒരു കോൺട്രാക്ട് ആണ് സൈൻ ചെയ്തത്. ഇത്രയും വലിയൊരു സാഹചര്യം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി സുരാജ് സാറിന്റെ കയ്യിൽ വന്നാൽ സുരാജ് സാർ വേണ്ട നിൽക്കും. കാരണം ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചോളം ലാഭം എങ്ങനെയാണ്? ഈ ഒരു ഉൽപ്പന്നം ഏറ്റവും കുറഞ്ഞ ചെലവ് വന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന എല്ലാ ബിസിനസ്സുകാരും വിചാരിക്കും. ഞാനും അങ്ങനെ വിചാരിക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഇന്ന് നമ്മളായിട്ട് ടൈപ്പ് ചെയ്ത ഒരു പ്രസ്റ്റീജിയസ് കമ്പനിയാണ് പ്രസ്റ്റീജ്. കാരണം ഈ ഒരു കമ്പനി വന്നപ്പോഴാണ് എന്റെ കണ്ണ് തുറന്നത്. ഞാൻ ആലോചിച്ചത് ഇത്രയും കൊല്ലത്തെ പാരമ്പര്യം ഒരു കമ്പനി നമ്മുടെ ആസിമിലേക്ക് വന്നിട്ടെന്ന് വെച്ചാൽ ഒരു പാരമ്പര്യം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രത്യേകിച്ച് അങ്ങനെ അംഗീകാരങ്ങളൊന്നും പറയത്തക്ക ഇല്ലാത്ത എനിക്കിതിൽ ചേർന്ന് എന്താന്നുള്ളതാണ്. കാരണം എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും അത്യാവശ്യം പഠിക്കുന്ന ആൾക്കാരാണ്, അത്യാവശ്യം ആവറേജ് ആണെങ്കിൽ എബോ ആവറേജ് അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ജീവിത സാഹചര്യങ്ങളൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. കാരണം നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ മൂല്യാധിഷ്ഠിത പഠനമല്ല. നമുക്കിവിടെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ വേണ്ട കാര്യങ്ങളൊന്നും പഠിപ്പിക്കും. നിങ്ങൾ ഇന്ന് ഏത് സ്കൂളുകളിലും എവിടെ പോയാലും നിങ്ങൾ എന്ത് കഴിക്കണം, നിങ്ങൾ എന്ത് കഴിക്കാൻ പാടില്ല എന്ന് എവിടെയും പഠിപ്പിക്കുന്നില്ല. റൈറ്റ് സർ? ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ അതല്ലാതെ ഒന്നുമില്ല. നിങ്ങൾ ന്യൂട്രീഷണൽ ആഹാരം എന്തൊക്കെയാണ് നിങ്ങൾ ഉള്ളിലേക്ക് ചെല്ലേണ്ടത്, നിങ്ങൾ വീട്ടുകാർ എന്ത് കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യം എങ്ങനെ നിങ്ങൾക്ക് മെച്ചപ്പെടാം, ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ്സും ഇല്ല. ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേസിക് പഠനം ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു 24-കാരന് ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കില്ല. നിങ്ങൾക്കറിയാം ഇന്ന് വരുന്ന സംഖ്യകൾ കൂടുതലാണ്.
ഭയാനകമാണ്. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ വയസ്സ് ഫോട്ടോ ആദ്യം കാണും, വയസ്സ് താഴ്ത്തി നോക്കുമ്പോൾ നമ്മളൊരു ഞെട്ടലോടെ അല്ലെങ്കിൽ വിതമ്പിലൂടെയാണ് പല സ്ഥലങ്ങളിലും. കുറച്ച് പേര് മുങ്ങി മരിക്കുന്നുണ്ട്, കുറച്ച് പേര് വേറെ പല രീതിയിൽ മരിക്കുന്നു. പക്ഷേ ഭൂരിഭാഗം ചെറുപ്പക്കാരൊന്നും മരിക്കുന്നത് കുഴഞ്ഞു വീണിട്ടാണ്. എന്റെ ഒപ്പം പഠിച്ചൊരു സുഹൃത്ത് ഒരു 25 വയസ്സായിട്ടുണ്ടാവോ കുഴഞ്ഞു വീണ് മരിച്ചു. കാരണം അറിയില്ല, എന്താ കാരണം എന്നറിയില്ല, കാരണം പോലും അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ശരിയല്ല. ശരിയായ ഭക്ഷണം തരാൻ പ്രാപ്തമായ ഒരു സിസ്റ്റമാണ് RC. ആ സിസ്റ്റത്തിൽ വന്നോടുകൂടി ജീവിതം മാറി നിറഞ്ഞ കുറച്ച് ലീഡേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂ. ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഉൽപ്പന്നം ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് കമ്പനി നമുക്ക് തരുമ്പോൾ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഉൽപ്പന്നത്തിലും എന്തെങ്കിലും ഒരു ക്രമക്കേട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് റിട്ടേൺ ചെയ്യാം. റൈറ്റ് സാർ? ഇന്ന് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പോലും അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല. വെറും 10 ദിവസമാണ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ളത്. റൈറ്റ് സാർ? റൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു കമ്പനി പറയുന്നു, നിങ്ങൾ ഒരു മാസം എടുത്തോ, തിരിച്ചും മറിച്ചും പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കോ, എവിടെയെങ്കിലും വില കുത്തും കോമിയുണ്ടോ നോക്കിക്കോ, എവിടെയെങ്കിലും വില പൊടിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കിക്കോ, ഇന്നത്തെ വില കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്ക് എന്ന് രഞ്ജി പണിക്കർ സ്റ്റൈലിൽ പറയാം. നീ എന്നെ വിളിക്ക്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വിളിക്കുന്നു പറയണം. ഇത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു കമ്പനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഫീൽഡിൽ നിന്ന് ഇല്ലാതെ ഒന്നും ഇല്ല? കാരണം അത്രയും സ്ട്രോങ് വിൽ പവറും അത്രയും ക്വാളിറ്റി എംഫസിസ് ഉള്ള ഒരു കമ്പനിയാണ് ഇന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രസ്റ്റീജ്. ഇന്ന് നമ്മളൊപ്പം അസോസിയേറ്റ് കഴിഞ്ഞിട്ടില്ല. പ്രസ്റ്റീജിന് ഇതാവാന്ന് വെച്ച് കഴിഞ്ഞാൽ TVS കാര്യം വിചാരിച്ചു, ആഹാ പ്രസ്റ്റീജിന് ഇതാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ബൈക്ക് കൊടുക്കുന്നത്, ബൈക്ക് കൊടുത്ത ആർസിംഗർ വാങ്ങില്ലേ? വാങ്ങും. ഇവിടെ ഇരിക്കണൊക്കെ ചെറുപ്പം ഇത് മൊത്തം വാങ്ങും. ഫുള്ള് TVS വാങ്ങും. പുരുഷന്മാർക്കുള്ള സ്റ്റൈല് വേറെ, സ്ത്രീകൾക്കുള്ള സ്റ്റൈല് വേറെ. അങ്ങനെ TVS കമ്പനി വരുന്നു. അടുത്ത കൊല്ലം TVS എന്നുള്ള കമ്പനി നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാണ്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ അധികം വഴിയില്ല. ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ട് പ്രൊമോഷനാണ്. കാരണം ലോഗോ വരും. നടന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ബൈക്കിന്റെ മേലെ കയറിയിരുന്നാൽ മതി, 4 പേരെങ്കിലും വന്ന് ചോദിക്കും, സാർ ഇത് ഏതാ വണ്ടി? ഈ ചിഹ്നം ഞാൻ കണ്ടിട്ടില്ല, RCMന്റെ വണ്ടിയാണ്. ഇനി ഇതിവിടെ നിൽക്കൂ, അൽസ്റ്റാറിലൂടെ നിൽക്കൂ, നമ്മൾ ആഗ്രഹിച്ചാൽ നിൽക്കൂ? ഇല്ല. അതാണ് ഈ സിസ്റ്റത്തിന്റെ വ്യൂ. കാരണം ഞങ്ങൾ ഈ സംവിധാനം തുടങ്ങുമ്പോൾ, ഞങ്ങൾ ഈ സംരംഭം തുടങ്ങുമ്പോൾ ഞങ്ങൾ ആകെ 3 പേരുണ്ടായിരുന്നു. പൈസ നമ്മൾ 3 പേര് ഒരു 3 മാസം മുന്നേ ഇരുന്ന് ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തു, ഇതിലെ ചെറുപ്പക്കാരെ എല്ലാം നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന ഒരു കൂട്ടായ്മയായി ഫസ്റ്റ് മീറ്റിംഗിൽ വന്നത് 10 പേര്. 10 പേരെ കാണുമ്പോൾ ഭയങ്കര ഉഷാറല്ലേ? ഭയങ്കര സന്തോഷം. അത് പരിപാടി നടത്തുന്ന ആൾക്കാർക്കറിയാം, ഭയങ്കര സന്തോഷമാണ്. അടുത്ത മാസം ശരി കുറച്ചും കൂടി ഊർജ്ജമായിട്ട് പ്രവർത്തിച്ചു, കുറച്ചും കൂടി സ്ഥലത്തേക്ക് ഇതൊക്കെ എത്തി. 16 പേര്. അതിൽ 3 പേര് ഞങ്ങളാണ്. പരിപാടി കഴിഞ്ഞു. 3ാമത്തെ മാസമായപ്പോൾ ഇതെന്താ വേണ്ടെന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് 4-ാം തീയതി ദിബേഷ് സാറ് അനുഗ്രഹിച്ചത്. അദ്ദേഹത്തിന് ഇവിടെ സുരാഗ് സാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുള്ള ഒരു പ്രോഗ്രാം ഇവിടെ വരാണ്. അപ്പൊ ഞാനും സുരാഗ് സാറും ആഷിഖും അപ്പോഴും ഒരു 20-25 അല്ല സാറേ, ഒരു 20-25 പേരെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നത് എനിക്കൊരു കാര്യം നടക്കും. ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, ഒരു കമ്മിറ്റി മീറ്റിംഗിലൊക്കെ ചെന്നിരുന്ന് അവിടെ നോട്ട്സ് എഴുതി കുറച്ചു നേരം ജ്യൂസ് ഒക്കെ കുടിച്ചിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് സംഘടിപ്പിക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ട് അറിയാനുള്ള ആൾക്കാരെ കണ്ടില്ലെങ്കിൽ ഇന്ന് ആ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്നുള്ളത് മെന്റലി പ്രിപ്പയർ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. കാരണം ഓക്കെ ശരി, 25-26 പേര് ചെറുപ്പക്കാരുണ്ടാവും, കുഴപ്പമില്ല, കുറച്ച് നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ പ്രശ്നമില്ല, സംഘടനയിലേക്ക് കൂട്ടാം, അപ്പൊ 26-30 ആവും, സമാധാനം ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് വന്നപ്പോ ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലമില്ല. പരിപാടി നടത്തുന്നവർക്ക് സ്ഥലമില്ലാത്ത രീതിയിലേക്ക് ഇത് മാറി. ഇപ്പോഴും ആൾക്കാർ പുറത്തേക്കാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഞാനെന്നോ സുരാഗ് സാറെന്നോ അല്ലെങ്കിൽ ആഷിഖ് സാറെന്നോ വ്യക്തി ഇല്ലെങ്കിലും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയൊക്കെ വളർന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഗ്രൂപ്പിൽ ഇതൊരു വട്ടം നമ്മൾ പറഞ്ഞു, 2ാമത് പറഞ്ഞു, 3ാമത് പറഞ്ഞു, വലിയ കാര്യമായിട്ടുള്ള റെസ്പോൺസുകളൊന്നും ഇല്ല. അപ്പൊ റെസ്പോൺസ് ഇല്ലാത്ത കാര്യം എത്ര ഉള്ളൂ, ഞാൻ നേരെ അങ്ങ് വന്ന് കാണിച്ചു തരാൻ തനിക്കുന്നതാണ്. അത്രയും പവർഫുൾ ആയ ഒരു പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ഇനി സത്യം പറഞ്ഞാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഷർട്ട് ഉണ്ട് RCM, പാന്റ് ഉണ്ട് RCM, പുതിയ ടൈപ്പ് ഷൂസ് വന്നിട്ടുണ്ട്, സ്പീക്കേഴ്സ് അല്ലെ ഇതിനെ പറയാം, സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്, അത് RCM. വാച്ച് അധികം വൈകാതെ വരുമ്പോ തൽക്കാലം വേറെ നിവർത്തിയില്ല. കാരണം സമയം കൺട്രോൾ ചെയ്യണം നമുക്ക്. പ്രോഗ്രാം കോർഡിനേഷൻ എന്ന നിലയ്ക്ക് സമയം അടക്കം നോക്കുന്നതുകൊണ്ട് ക്ഷമിക്കണം, RCMന്റെ അല്ലാത്ത വാച്ചാണ് എടുത്തു വന്നിരിക്കുന്നത്. ടൈ RCM ഒക്കെ പോട്ടെ. ഇനി വരുന്ന വണ്ടികൾ TVS ആയിട്ടാണ് നമ്മൾ സൈൻ ചെയ്തത്. ഈ TVS കമ്പനിയായിട്ട് നമ്മൾ സൈൻ അപ്പ് ചെയ്തപ്പോൾ അവർക്ക് ബൈക്കുകളാണ് നിലവിലുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ടാറ്റ പറയുന്നു
ഞാനൊരു ഇന്ത്യൻ കമ്പനിയായിട്ട് RCM ആയിട്ട് ഞാൻ കൈ കോർത്തില്ലെങ്കിൽ എനിക്ക് നാണക്കേടല്ലേ, പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നുള്ളത് ആര് പറയും? ടാറ്റ പറയും. ടാറ്റ പറയുമ്പോൾ എന്താ, ടാറ്റയുടെ ഒരു അടിപൊളി ഹാരിയർ എല്ലാ മീറ്റിങ്ങുകളിലും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും വേണ്ടത് ലാഭമാണ്. പക്ഷെ RCMന് വേണ്ടത് ഒറ്റ കാര്യവും, ജനങ്ങളെ നന്നാക്കുക. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ജനവിഭാഗത്തെ നല്ല രീതിയിൽ ഉയർത്തുക എന്നൊരു ലക്ഷ്യം RCM മുന്നോട്ട് വെച്ചപ്പോ അതിനെ താങ്ങാൻ ഇന്ന് പല പ്രമുഖരുണ്ട്. അവര് ലാഭം കണ്ടിട്ടാണെങ്കിലും RCM ഒരിക്കലും ലാഭം കണ്ടിട്ടല്ല. RCM കാണുന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ ജനങ്ങൾക്ക് പല രാജ്യങ്ങളിലും ഇന്ന് കിട്ടുന്ന തരത്തിലുള്ള അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും ഫെസിലിറ്റീസും കൊടുക്കാൻ പ്രാപ്തനാവണം, സ്വയമായിട്ട് ഇൻഡിപെൻഡന്റ് ആവണം. അങ്ങനെ ഇന്ന് ടാറ്റയിലേക്ക് എത്തി നിൽക്കുകയാണ്. നാളെ ടാറ്റയിൽ നിൽക്കുവോ? കാറ് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മുടെ എയറോപ്ലെയിൻകാരെ ഇങ്ങനെ പിന്നാക്കം നിന്ന് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, TVSന്റെ ഈ ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ഡീലർഷിപ്പ് പ്രൈസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾ ഏത് ഡീലറിന്റെ അടുത്ത് നിന്ന് മേടിക്കുന്നു അവർക്ക് ഒരു 20,000-30,000 രൂപ കൂടി കൊടുക്കണം. കാരണം അതിന്റെ ഡെലിവറി, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു 70,000 രൂപയുടെ വണ്ടി നിങ്ങൾക്ക് ഒരു 55,000 രൂപയ്ക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ലെന്ന് മാത്രമല്ല, ഒരു TVSന്റെ വാഹനം മേടിച്ചു കഴിഞ്ഞാൽ ഒരു 3000 BV നിങ്ങൾക്ക് കിട്ടും. വേറെ എവിടെ കിട്ടും? ഓൺലി RCM. ഇനി അതും കഴിഞ്ഞ് ടാറ്റ എത്തി. ടാറ്റ അവർ പറഞ്ഞു TVSകാർക്ക് 3000 BV കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ 3000 കൊടുക്കുക, ഞാൻ ഒരു 10,000 BV തരുന്നു പറഞ്ഞാൽ അതും സംഭവിക്കും. അപ്പൊ വണ്ടിയിൽ യാത്ര ചെയ്താലും കാശ് വരും. ഇനി എയറോപ്ലെയിന്റെ ലെവലിലേക്ക് എത്തി കാര്യങ്ങൾ, ടിക്കറ്റ് എടുത്താലും കാശ് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്താലും കാശ് വരും. ഏത് വിമാന? RCM അതോ സിഗ്മെന്റുകളായിട്ട് മാറുമോ? RCM ആയിട്ട് തന്നെ ആവുന്നില്ലേ? RCMന്റെ വിമാനം ചിലപ്പോ ന്യൂട്രിചാർജ് എയർലൈൻസ്, ചിലപ്പോ ഫുഡോട്ട്, കീസോൾ എയർലൈൻസ്, സ്ത്രീകൾക്ക് മാത്രം സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വിമാനം. ഇതൊക്കെ പറയുമ്പോൾ അതിശോക്തി തോന്നും. ഒരു 10-12 കൊല്ലം മുന്നേ ഇവിടെ എല്ലാവരും ഇരിക്കുന്ന അപ്ലൈനായിട്ട് ഗോപകുമാർ സാർ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോ ഞാനും മിഥുൻ സാറൊക്കെ ഉണ്ട്. മിഥുൻ സാറൊക്കെ ഇത് കേട്ട് ചിരിച്ച് ഞങ്ങൾ കൊടൈക്കനാൽ ഒരു ടൂർ പോയപ്പോ മീറ്റിംഗിൽ ഞങ്ങൾ പലവട്ടം വിളിച്ചു. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാധാരണ RCMൽ ടൂർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകും, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണും, തിരിച്ചു വരും. ഞാനും ഇതിനൊക്കെ അതിനെതിരായതുകൊണ്ട് തന്നെ ഞങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ടൂറിന് പോയി. ഇതിന് വണ്ടി കൊണ്ടുവന്നാണ് ദൈവം സഹായിച്ചു. അതുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങൾ ടൂറൊക്കെ പോയി അടിപൊളിയായിട്ട് കൊടൈക്കനാലൊക്കെ കണ്ടു വന്നു. പിന്നെ ഞാനും ഇതിന് സൗകര്യങ്ങളും പിരിഞ്ഞു. അത് കഴിഞ്ഞ ഒരു 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി, കുറച്ച് വൈകി പോയി. കാരണം ഞാൻ വരുമ്പോഴേക്കൊക്കെ ആഷിഖ് സജീവമാണ്, ആഷിഖ് സാർ സജീവമാണ്, സുരാഗ് സാർ സജീവമാണ്, അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ വന്നു. ഞാൻ വന്ന സമയത്ത് ഒരു മനുഷ്യനില്ല. അല്ലേ മിഥുൻ സാറ്? നമ്മളൊന്നും പോയ സമയത്ത് ആരുമില്ല. ഞങ്ങൾ അവിടെ കൊടൈക്കനാലിൽ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവുക. അവിടെ പാവം ഞങ്ങളുടെ മാതാപിതാക്കൾ അവിടെ ക്ലാസ് എടുത്ത് തകർക്കുകയാണ്. ഗംഭീര ക്ലാസ്സാണ്. നമുക്ക് ഇതിന്റെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പക്ഷേ കുറച്ച് ജീവിതാനുഭവം കൂടി ചേർന്നപ്പോ കുറച്ച് സുഖം കിട്ടി. സുഖം തീരെ സഹിക്കാൻ വയ്യാതെയാണ് RCMലേക്ക് വന്നത്. അതെങ്ങനെയാണല്ലേ? അതാണ് നേരത്തെ സാറ് പറഞ്ഞ ആ ഒരു വിദ്യാഭ്യാസം. സാർ അതിനെന്താ നമ്മൾ പറയാ? നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന് എന്താ പറയാ? വിഷയാധിഷ്ഠിത, അതായത് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഞാൻ ചെയ്തപ്പോ എനിക്ക് ഏകദേശം ഒരു 10 കൊല്ലം പ്രൈമറി എഡ്യൂക്കേഷനിൽ പോയി. 10 കൊല്ലം. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് പോയി. അതും കഴിഞ്ഞിട്ട് ഒരു 3 കൊല്ലം ഡിഗ്രി പഠനം. ഒരു ഭംഗിക്ക് കുറച്ച് നമ്മൾ ഈ കേക്കിന്റെ മേലെ ഒരു ചെറിയ ഇടില്ല, അല്ലെങ്കിൽ കുറച്ച് പൊടി എടുക്കില്ല, അതുപോലെ ഒരു കൊല്ലം ഞാൻ വിചാരിച്ചൊരു ഡിപ്ലോമ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ കോളേജ് വിട്ടിട്ട് ഇറങ്ങാൻ ഒരു മനസ്സില്ല. അപ്പൊ ആ ചുറ്റുവട്ടം തന്നെ ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോളേജ് കണ്ടുപിടിച്ച് വൈകിട്ട് ചായക്കടയിലൊക്കെ നിന്ന് കുറച്ച് പേരൊക്കെ വായ നോക്കി അങ്ങനെ ബസ് സ്റ്റാൻഡ് വരെ അവർക്ക് എസ്കോർട്ടൊക്കെ കൊടുത്ത് പിന്നെ വീട്ടിലെത്തുമ്പോൾ സമയം 8 മണി. പിന്നെ ഇപ്പൊ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ആ സമയത്താണ് അച്ഛൻ എന്ന് പറയുന്നത് പ്രൊമോഷൻ ചെയ്യുന്നു. RCMന്റെ പണി എനിക്ക് പ്രൊമോഷൻ ചെയ്യാം, ഈ ബുക്കും പേനയും കൊണ്ടുപോയിട്ട്. അല്ലേ തന്നെ ബുക്കും പേനയും ക്ലാസ്സിൽ കൊണ്ടുപോയി പിള്ളേർ കളിയാക്കലാണ്. നിങ്ങൾക്ക് RCMന്റെ അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്നുള്ളത്. അന്ന് അവർ കളിയാക്കിയ ആൾക്കാര് ഇന്ന് എന്നോട് ചോദിക്കുകയാണ് RCMൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? കാരണം ഇന്ന് അരി അല്ലെങ്കിൽ പരാതിയായിരുന്നു. അരി ഉണ്ടോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് തലയുയർത്തി 3 തരത്തിൽ അരി ഉണ്ട്, ഏതാ വേണ്ടത്? അപ്പൊ റേഷൻ കാർഡിൽ അരി കൊണ്ടിരിക്കും. ഇതാണ് പ്രകൃതം. അപ്പൊ നമ്മുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് എല്ലാത്തിനും ശക്തമായിട്ട് ഇങ്ങനെ എതിർക്കുക എന്ന് പറയാം. നമ്മൾ എതിർത്തുകൊണ്ടിരിക്കും. അതിൽ നമ്മളൊക്കെ നല്ല അഭ്യാസരഹിതരായ ആൾക്കാരാണ്. അപ്പൊ ഇവിടെ നമുക്ക് 10 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, 1 കൊല്ലം, എത്ര കൊല്ലം പോയി? 16 കൊല്ലം പോയി. 16 കൊല്ലം നമ്മള് ജഗതി പറയില്ല 1, 2, 3, 4, 16 കൊല്ലം പോയി. ഒന്നും കണി കണ്ടിട്ടൊന്നല്ല. പക്ഷെ എന്നാലും
ഈ പഠനം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല എന്നൊന്നും ഞാൻ പറയില്ല. കുറച്ച് ജീവിത സത്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് പറഞ്ഞു. അതാണ് ആദ്യം പഠിച്ച കാര്യം. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ സയൻസിന്റെ കോസ്റ്റിന്റെ എല്ലാം പഠിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ എല്ലാവരും പഠിച്ച ആൾക്കാരാണ്. ഒരു കാലത്ത് നമ്മൾ തന്നെ പഠിച്ചാൽ ഈ സബ്ജക്ട് ഒന്ന് തീർന്നു കിട്ടിയാൽ മതി. സോറി സാറ്, കണക്ക് സാറാണ്. പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇതായിരുന്നു, ആഗ്രഹമായിരുന്നു ഒരു കണക്ക് സാറിന് മുമ്പിൽ വെച്ചിട്ട് സയൻസിന്റെ കോസ്റ്റിനെ പഠിച്ചത്. ഒരു കാര്യം എന്ന് പറയുന്നത് അതെനിക്ക് സാധിച്ചു തന്ന ഒരു പ്രസ്ഥാനമാണ് കേൾക്കുന്നത്. അപ്പൊ ഇതെന്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാണ്. കാരണം ഇതെനിക്ക് വേറെ എവിടെ പറയാൻ പറ്റില്ല. എന്റെ കമ്പനിയിൽ ഇത് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എനിക്ക് ഇവിടെ ധൈര്യ സമയത്ത് ഒരു ടീച്ചറിന്റെ മുമ്പിൽ എത്തിക്കൊണ്ട് പറയാം ഇത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സാറിനൊപ്പാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. തിരിച്ച് ഞാൻ വീട്ടിലെത്തുന്നത് ഞാൻ ഇപ്പോഴും സംശയമാണ് ചോദിച്ചിട്ടുമാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞ ഈ കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ട് അദ്ദേഹം കൈയടിച്ചു. ഇതിന് വലിയൊരു ഭാഗ്യം എന്താണെന്ന്. സോ സത്യം പറഞ്ഞ RCM എന്നുള്ളത് ഒരു പൊളിച്ചടക്കലാണ്. ഇതുവരെ എക്സിസ്റ്റ് ചെയ്ത കുറെ നോംസ്, കുറെ റെഗുലേഷൻസ്, കുറെ സോഷ്യൽ കാര്യങ്ങളൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് ഒരു പുതിയ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഈ 16 കൊല്ലത്തെ പഠനം കഴിഞ്ഞിട്ട് ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇൻഫോ പാർക്കിൽ വിപ്രോ എന്ന കമ്പനിയിൽ ഞാൻ കയറി. അവിടെ വിപ്രോയിൽ കയറിയപ്പോൾ സാധാരണഗതിയിൽ വിപ്രോ എന്നൊക്കെ ഒരു കമ്പനി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പേരാണ്. പ്രത്യേകിച്ച് നമ്മളിനി വേറെ ബയോഡാറ്റയിൽ ഒന്നും ഫില്ല് ചെയ്യണ്ട. ഏത് മാട്രിമോണിയൽ സൈറ്റിലെ ബയോഡാറ്റയിൽ ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കമ്പനി പേര് പറഞ്ഞത് ഐ ആം ഫ്രം വിപ്രോ. എനിക്ക് പെണ്ണ് തരും, തരൂ. കാരണം അവിടെ സാലറി ചോദിക്കില്ല. ചോദിച്ചാൽ ഞാൻ പെടും, അത് വേറെ കാര്യം. ചോദിച്ചപ്പോഴും കാരണം 16 കൊല്ലത്തെ പഠിത്തം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 13,500 രൂപയാണ്. 13,500 രൂപയില് നമുക്കിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചം വരുന്നത്, അല്ലെങ്കിൽ എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് വരുന്ന ഒരു തുക എന്ന് പറയുന്നത് വെറും 7,000 രൂപയാണ്. ഈ 7,000 രൂപ കിട്ടാൻ വേണ്ടി ഞാൻ 16 കൊല്ലം പഠിച്ചു. 16 കൊല്ലം പഠിച്ചു എന്ന് മാത്രമല്ല, 15 കൊല്ലം പഠിച്ചിട്ട് ഒരു കൊല്ലം എന്റെ സ്വന്തമായിട്ടുള്ള ഒരു എഫേർട്ട് ആയിരുന്നു. കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ഡിപ്ലോമ എടുത്തു. അങ്ങനെ 16 കൊല്ലം പഠിച്ചു. ഏകദേശം ഒരു 7,000 രൂപ കയ്യിൽ കറക്കും. കാരണം ഹോസ്റ്റൽ ചെലവ് പോവും, വണ്ടി ചെലവ് പോവും, ഭക്ഷണ ചെലവ് പോവും. ഇതെല്ലാം കഴിഞ്ഞ് ആകെ കിട്ടുന്ന 7,000 രൂപയാണ്. ഇത് വീട്ടുകാർക്ക് അയച്ചു കൊടുത്താൽ എന്ത് പറയും? ബിജു മാഡം എന്ത് പറയും? വളരെ നന്നായിട്ടെന്ന് പറയും അല്ലെ? ഗംഭീരമായിട്ട്, അസലായിട്ടെന്ന് പറയും. കാരണം ഇവിടെ എഡ്യൂക്കേഷന് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ചില്ലറ ഇൻവെസ്റ്റ്മെന്റ് ഒന്നല്ല, ആണോ? എത്ര ഇൻവെസ്റ്റ്മെന്റ് ആണ് എഡ്യൂക്കേഷന് വരുന്നത്? ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ആദ്യത്തെ 2 കൊല്ലത്തേക്ക് ഇതൊന്നും നിങ്ങളൊരു മാറ്റം വിചാരിക്കണം. ആദ്യത്തെ 2 കൊല്ലം ഇതാണ്. ഞാൻ 2018 ജോയിൻ ചെയ്യുമ്പോൾ സർക്കാർ പറഞ്ഞേക്കുന്നത് 3 ലക്ഷമായിരിക്കണം CTC എന്നാണ്. പക്ഷെ സർക്കാർ അങ്ങനെ പറഞ്ഞാലും പേപ്പറിലെല്ലാം കൂടി എഴുതി വരുമ്പോൾ കഷ്ടിച്ച് 1 ലക്ഷം കിട്ടി. അതായത് ഒരു മാസം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000-നും 15,000-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് ഇനി അത്രയും കൊടുക്കണം, പണിയൊക്കെ കുറവല്ലേ, നിനക്കും പണിയില്ല എനിക്കും പണിയില്ല, ഒരു കാര്യം ചെയ്യാം, കാശ് കുറയ്ക്കേണ്ട കുറച്ച് പരിപാടി ചെയ്യാം, 8,000 തൊട്ട് 12,000 വരെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി കൊടുത്താൽ മതി. ഹാപ്പി? നിങ്ങൾ മാസ്ക് ഇട്ടുകൊണ്ട് ചിരിക്കുകയാണോ കരയാണോ എന്ന് എനിക്കറിയില്ല. ചിരിക്കുകയാണോന്ന് എനിക്ക് തോന്നുന്നു, കാരണം വലിയ അനക്കൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഈ സംഭവം ഇങ്ങനെയാണ്, ഇപ്പോഴത്തെ സിസ്റ്റം ഇങ്ങനെയാണ്. ഇനി ഇതിന് കുറയാനുള്ള സാധ്യതകൾ, കാരണം ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത 2 കൊല്ലത്തിലാണ് ശരിക്കുള്ള എക്കണോമിക് ഡിപ്രഷൻ വരുന്നത്. ഇതൊന്നും ആയിട്ടില്ല. ഇതിപ്പോ കുറച്ച് ജോലിയൊക്കെ പോയി. ഇനിയാണ് ശരിക്കുള്ള എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നത്. ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഏപ്രിൽ ലോക്ക്ഡൌൺ കൂടി വരും. കാരണം കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാത്തിനും തീരുമാനമാവും. അങ്ങനെ തീരുമാനമായാൽ പോലും ഈ ഒരു 7,000 രൂപ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ജീവിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വീട്ടിൽ അയച്ചു കൊടുക്കാൻ പറ്റുമോ? സുരേഷ് സാറ് ഒന്നും ചെയ്യാൻ പറ്റില്ല. 7,000 രൂപയ്ക്ക് എന്തായി? നാണക്കേടല്ലേ? നമ്മൾ വീട്ടുകാർക്ക് ഒരു 5,000 രൂപയൊക്കെ നക്കാപ്പിച്ചായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ജീവിതത്തിൽ എന്തൊരു അർത്ഥമുള്ളത്? അങ്ങനെ ഇതെങ്ങനെ അയക്കും എന്നുള്ളത് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു മീറ്റിംഗിലേക്ക് ഞാൻ പോയത്. മീറ്റിംഗിൽ പോയപ്പോൾ അവിടെ ഒരു കൂലിപ്പണിക്ക് വരുന്ന ചേച്ചി ഓപ്പണർ ആയ മാസം. ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ഒരു ദിവസം കൂലിക്ക് പോയാൽ 500 രൂപ കിട്ടും. 13,500 നമ്മൾ 30 ഇതായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഡെയിലി ബേസിസ് എന്ന് പറയുന്നത് 450 രൂപയാണ്. അതായത് അസ്യൂം ചെയ്യുക 500 രൂപയ്ക്ക് ഇവർ എല്ലാ ദിവസവും കൊണ്ട് തൊഴിലുറപ്പായിട്ട് എല്ലാ ദിവസവും പണി ഉണ്ടാവുന്നില്ല. പക്ഷേ 30 ദിവസം പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മാസം 15,000 രൂപ കിട്ടും. എനിക്ക് ഒരു മാസം 13,500 കിട്ടും. ഇതിന് അവര് ചെലവാക്കിയ കൊല്ലങ്ങള് 0, ഞാൻ ചെലവാക്കിയ കൊല്ലം പറയാം. കൈയടിക്കില്ലേ? ചേച്ചിക്കാണ് കൈയടി. അപ്പൊ ഇതുകൊണ്ട് ഞാൻ എന്ത് മനസ്സിലാക്കി? കൂലിപ്പണിയാണ് പേര്. വെറുതെ കുറെ സമയം കളഞ്ഞു, വെറുതെ കുറെ
പഠിച്ചു. അങ്ങനെ ഈ ഒരു തിരിച്ചറിവ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടുകാർ പറഞ്ഞാൽ നമുക്ക് അത്ര ക്ലിക്ക് ആവില്ല, ചില കാര്യങ്ങൾ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞാലും ക്ലിക്ക് ആവില്ല. ഇനിയിപ്പോ ഇതിൽ എത്ര പേര് ലവേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, എത്ര പേർക്ക് ലൈൻ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല അല്ലെ. ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ ചിലത് ഉൾക്കൊള്ളില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത്രയും എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ട് അതിന്റെ റിട്ടേൺസ് കിട്ടുന്നുണ്ടോ? ഇന്ന് അങ്ങനെ റിട്ടേൺസ് തരാൻ പറ്റുന്ന ഒരു മേഖലയുള്ളൂ, അത് PSC ആണ്. അവിടെ മുൻവാദത്തിലൂടെ നിയമനം ഇപ്പൊ എന്റെ അറിവിൽ നടക്കുന്നില്ല, പിൻവാദത്തിലൂടെ നിയമനം നടക്കുന്നുണ്ട്. നമുക്ക് PSC എഴുതിയിട്ട് ആ എഴുതിയ എക്സാം തന്നെ ആ പോസ്റ്റ് തന്നെ ഇല്ലാതെ പോയ റിലീസാണ് ഇരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് ഒരു കൊല്ലം പഠിച്ചിട്ട് PSC എഴുതിയിട്ട് ആ പോസ്റ്റ് ഗവൺമെന്റ് എടുത്തു കളഞ്ഞു. ഒന്നിനെ എഴുതിയത് അത്ര മോശമായിരിക്കണം, കാരണം കണ്ടുകൊണ്ടു തന്നെ ആരും എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കണം. അല്ലെങ്കിൽ ഗവൺമെന്റിന് അതിന്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് തൊഴിൽ സാധ്യതകൾ ഇല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി ബേസിസിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ എവിടെ പോയി ജീവിക്കും? പല ആൾക്കാർക്കും ആഗ്രഹം ഉണ്ടാവും ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി, ഈ വീട്ടുകാരെ ഒന്ന് കണ്ടു മടുക്കുന്നത്. കുറച്ച് പേര് ബാംഗ്ലൂരിൽ പോകും, കുറച്ച് പേര് കൊച്ചിക്ക് പോകും, കുറച്ച് പേര് ഹൈദരാബാദിലേക്ക് പോകും. പോകുമ്പോൾ പഠിക്കും. പോകുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ജീവിതം പഠിക്കുക. കാരണം ഈ 7000 രൂപ കൊണ്ട് ഒരു മാസം എങ്ങനെ തെങ്ങി നീരണം എന്നുള്ളത് ശരിക്കും മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുമ്പോൾ അച്ഛനും അമ്മയോ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും. RCM തെളിഞ്ഞ് വരും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ശരി, ഒന്ന് നോക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാൻ വന്നു, ഇതുപോലത്തെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, കുറെ കാര്യം ഉണ്ടാക്കുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വലിയ താല്പര്യം, ഞാൻ എല്ലാ മീറ്റിംഗും ഇങ്ങനെ വന്ന് ഇരിക്കേണ്ടത് തോന്നല്. തിരിച്ചു പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് 13,000 കിട്ടിയത് ഇപ്പൊ ശമ്പളം ഒന്നും കൂടി കുറച്ചു, ഒരു 5,000 ആക്കി മാറ്റി. അപ്പൊ ഒന്നും കൂടി സന്തോഷമാവും. ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് അറിയോ അല്ല, എല്ലാവരും ഇരിപ്പ് കണ്ടപ്പോ കരണ പോലെയാണ്. സാരില്ല, കുഴപ്പമില്ല, നമുക്ക് ജോലിയുടെ കാര്യത്തിലേക്ക് നമുക്ക് ഇത് കിടക്കാം. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയതും അവർക്ക് കിട്ടിയതും. അവരതിന് ഹാപ്പിയാണ്, കാരണം അവർക്ക് സൈഡായിട്ട് അവർ കൂലിപ്പണി കഴിഞ്ഞാൽ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവർക്ക് പോയിട്ട് വേണമെങ്കിൽ RCM ഉൽപ്പന്നങ്ങൾ വിൽക്കാം, അതിലൂടെ അവർ ഓപ്പണറായി. ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോകാന് ഓഫീസിൽ കിടക്കുകയാണ്, പായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ മാനേജർ വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വെള്ളപ്പൊക്കം വന്ന സമയത്ത് പറഞ്ഞു, മോനെ നീ വീട്ടിൽ പോണ്ട, നിനക്കുള്ള പായും സൗകര്യമൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ക്വാർട്ടേഴ്സിൽ കിടക്കാം, അതാകുമ്പോൾ നിനക്ക് എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാലോ. ഞാൻ പറഞ്ഞു എന്റെ അച്ഛനമ്മയോട് ചിലപ്പോ വെള്ളമൊക്കെ കയറിയിട്ട് എനിക്ക് അറിയില്ല, എന്ത് സ്ഥിതി എനിക്ക് അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമില്ല, ദൈവം അവരെ കാത്തോളൂ. എക്സ്ട്രാ ഇല്ല ഇതിനും, ഇവിടെ ഇരിക്കുന്നതിന് എക്സ്ട്രാ പരിപാടികളൊന്നുമില്ല. ഒരു പ്രൊജക്ട് വേണമെങ്കിൽ എക്സ്ട്രാ തരാമെന്ന് പറഞ്ഞാൽ ഇതാണ് പല കമ്പനികളും നടക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ കൊല്ലാണ് സത്യം പറഞ്ഞാൽ. ഒരു 8 മണിക്കൂർ തുടങ്ങുന്ന ജോലി ഒരു 3.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആത്മാർത്ഥ ഉണ്ടെന്ന് വെച്ചാൽ ദൈവം സഹായിച്ച് നിങ്ങൾക്ക് അതൊരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 16 മണിക്കൂറായിട്ട് മാറ്റി തരും. ബാക്കി ഉണ്ടെന്ന് വെച്ചാൽ ഓഫീസിൽ പോകേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഓഫീസിൽ ഇരിക്കുകയാണ് ലാഭം, കാരണം എന്താ വെച്ചാൽ വലിയ ചെലവുകളൊന്നുമില്ല. അവിടെ ക്യാൻറ്റീനിൽ കോഫി ഉണ്ട്, ഇടയ്ക്ക് പോയി കോഫി കഴിക്കുക, ഇടയ്ക്ക് പോയി ഫുഡ് കഴിക്കുക. ഹോസ്റ്റലിന്റെ കാശ് ഒരിക്കലും കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങൾ ഒരിക്കലും റൂം എടുക്കരുത്, അവിടെ ഓഫീസിൽ തന്നെ കിടക്കുക. എല്ലാ AC ആണ്, അവിടെ തന്നെ സൗകര്യങ്ങളുണ്ട്. ഒരു പായൊക്കെ പറ്റുകയാണെങ്കിൽ ബാഗിൽ ചുരുട്ടി കൂടി കൊണ്ടുപോകുക, അവിടെ ഏതെങ്കിലും മുക്കിൽ കിടക്കുക. കാശ് ലാഭിക്കാനുള്ള കുറച്ച് വഴികളാണ് ഞാൻ പറഞ്ഞത്. അതല്ല, ജോലി ചെയ്തിട്ട് ഇന്നത്തെ കാലത്ത് രക്ഷപ്പെട്ടതായിട്ട് ആരും എന്റെ അറിവിലില്ല എന്നുള്ളൊരു ധാരണയാണ് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RCMലേക്ക് വരാം. കാരണം എന്റെ അറിവില് നിലവില് ജോലി ചെയ്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന ഒരാളും ഇല്ല. ഉണ്ടോ സാറേ? ലോകത്തെ ഏത് കണക്കെടുത്താലും എവിടെ ചെന്നാലും ഇന്ന് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ധനികൻ ആരാണ്? ബിസിനസ്സുകാരാണ്. എന്തുകൊണ്ടാണ്? അവര് റിസ്ക് എടുക്കാൻ റെഡിയാണ്. നമ്മൾ റിസ്ക് എടുക്കാൻ റെഡിയല്ല, നമ്മൾ റിസ്ക് കഴിക്കാൻ റെഡിയാണ്, അല്ലേ? അതാണ് സത്യം. കാരണം റിസ്ക് എടുക്കാൻ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ്. പേടിക്കേണ്ട, ഒരു റിസ്ക് ഇല്ലാത്ത ബിസിനസ് നമ്മുടെ ഉണ്ട്. RCM എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഇനി നിങ്ങൾ ഇതിലേക്ക് ഒരു ജോലിയിലേക്ക് പോയപ്പോ കുറച്ചു നേരം പുറത്ത് പോവാം, അവിടെ ചുറ്റോട്ടും കറങ്ങാം. മെയിൻലി ഒരു 90% യൂത്ത് ജോലിക്ക് പോകുന്നത് വീട്ടുകാരെ സഹിക്കാൻ വയ്യത്. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കൈയടിക്കാം. ഇനി ഒരു സന്തോഷ വാർത്ത, നിങ്ങൾ എല്ലാവരും അച്ഛനമ്മമാര് ബാക്കിലിരിക്കുന്നത്. 90% യൂത്തും അങ്ങോട്ട് പോകുന്നതിന് പ്രധാന കാരണം റെസ്ട്രിക്ഷൻസ് ആണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഫ്രസ്ട്രേഷൻസ് ആണ്. അതായത് എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാറായിട്ടില്ലേ, എനിക്കിത് ചെയ്തുകൂടെ, ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, എന്നും രാവിലെ ചായ കുടിക്കുമ്പോൾ കളയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേര്. അതിന് അമ്മയുടെ സെപ്പറേറ്റ് ചെയ്ത് കേൾക്കും. എന്നിട്ട് നമ്മൾ പറയും എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ. ഇത് കാണുമ്പോൾ അമ്മ ചോദിക്കും, ഒരു ചായ മര്യാദയ്ക്ക് പിടിക്കാതെ നീ എങ്ങനെയാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത്. അങ്ങനെ വാശി കയറി നമ്മൾ പറയും എനിക്ക് ഈ ബിസിനസ് വേണ്ട, എനിക്ക് ജോലിക്ക് പോകണം. നിങ്ങൾ പറഞ്ഞ സാഹചര്യങ്ങളോട് എനിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഒരു 90% യൂത്തുകളും പുറത്തോട്ട് പോകുന്നത്. പലപ്പോഴും തോന്നിയിട്ടില്ലേ?
തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും തോന്നാത്ത ഒരു മനുഷ്യനുണ്ടാവും. എല്ലാവർക്കും തോന്നിയ കാര്യമാണ് എനിക്കിത് പറ്റില്ല, എനിക്ക് ഇവിടെ ഇരുന്ന് ഞാൻ ആകതാവും, നമ്മൾ പുറത്ത് പോകണം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പുറത്ത് പോകണം, എക്സ്പോഷർ കിട്ടണം. അങ്ങനെ എക്സ്പോഷർ കിട്ടുമ്പോൾ ജീവിതത്തിലെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുക, എന്തൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ. കാരണം നമ്മൾ വീട്ടിൽ വരുമ്പോൾ സുഖമാണ്, വീട്ടുകാരവിടെ ഇന്ന് അവർ പണി കഴിഞ്ഞ് വരികയാണ്, അവർ കുറച്ച് നേരം ഇവിടെ നിന്ന് നമ്മളോട് കുറച്ച് ഉപദേശിക്കും. നമ്മൾ പറയും ഉപദേശമല്ലേ, ഇതൊക്കെ എന്നും കേൾക്കണം, പുതിയത് വരുന്നുണ്ടെങ്കിൽ പറയാൻ പറയും. കാരണം നമ്മൾ ബിസിയാണ്. നമ്മൾ എന്തിനാണ് ബിസി? വാട്സ്ആപ്പ് മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് റിപ്ലൈ കൊടുക്കണം, ഡ്യൂട്ടിക്ക് വീണേക്കാളും മുന്നേ റിപ്ലൈ കൊടുക്കണം. ഇനി അതല്ല വല്ല ലൗകോസോ കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് വിളിക്കണം, അല്ലെങ്കിൽ അവൾ പരിഭവപ്പെടും. നീ എന്നെ ആഴ്ചയിൽ 3 വട്ടം വിളിക്കുന്നുള്ളൂ, നീ ഒരു ദിവസം പണ്ട് തന്നെ ഒരു 3 വട്ടം വിളിച്ചാൽ എന്താണ് ഇങ്ങനെയൊക്കെ കംപ്ലൈന്റ് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇതൊക്കെ എല്ലാവരും ലൈഫിലുള്ള കാര്യങ്ങളാണ്, ഇല്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഒരു കിലോ തക്കാളി മേടിക്കാൻ പറഞ്ഞാൽ നല്ല തക്കാളി ഏതാ ചീത്ത തക്കാളി ഏതാ അറിയാത്ത ആൾക്കാരെ ഭൂരിഭാഗം വരും. സത്യമാണത്. കാരണം പുറത്ത് എക്സ്പോസില്ല, പുറത്ത് പോകണില്ല, എല്ലാം വീട്ടിലേക്ക് വരുമ്പോൾ സ്പൂൺ ഫീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് പിടിച്ചോ, വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പഠിച്ചാൽ മതി. അപ്പൊ ഈ കൂട്ടിലിട്ട് ജീവിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ പുറത്തിറങ്ങാനുള്ള ഒരു പ്രവണത വരും. ആ പുറത്തിറങ്ങാനുള്ള ഒരു പ്രവണത എപ്പോഴാണ് മൂല്യത്തിലെത്തുക? ഒരു 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ലെവലൊക്കെ എത്തുമ്പോൾ എനിക്ക് അവിടെ പോയി പഠിക്കണം, എനിക്ക് ഇവിടെ പോയി പഠിക്കണം, അങ്ങനെ അവിടെ പോയി പഠിക്കും. നേരത്തെ സാറ് പറഞ്ഞ പോലെ പല സ്ഥലങ്ങളും ചെല്ലുമ്പോൾ നമ്മളെ കേന്ദ്രീകരിക്കുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് കൂട്ടുകെട്ടുകളാണ്. ആ കൂട്ടുകെട്ട് മോശമായി തീർച്ചയായിട്ടും മോശവും. അത് നന്നായി കഴിഞ്ഞാൽ നമ്മളും നന്നാവും. വലിയ പരിക്കൊന്നും ഇല്ലാതെ ഇതുപോലുള്ള ഒരു തുച്ഛമായ സാലറിക്ക് എത്തും. അപ്പോഴും എൻഡ് റിസൾട്ട് സെയിം ആണ്. നമ്മൾ നന്നായി പഠിച്ചാലും അല്ലെങ്കിലും എൻഡ് റിസൾട്ടിൽ വലിയ മാറ്റം വരാൻ പോലെ, എസ്പെഷ്യലി നിങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ ഈ ഇതൊക്കെ കേട്ടിട്ട് ഒരു ജോബാണ് പ്രിഫർ ചെയ്യുന്നത്, ഒരു ജോബാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോബില് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ജോബിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ഉണ്ടോ? കുറെ വർഷങ്ങൾ. ഒന്ന്, സമയം ഇവിടെ ഇൻവെസ്റ്റഡ് ആണ്, നിങ്ങളുടെ സമയം ഇവിടെ ഇൻവെസ്റ്റഡ് ആണ്. 2, നിങ്ങളുടെ സാമ്പത്തികം, അതായത് നല്ലൊരു എമൗണ്ട് ഈ ഒരു ജോബ് എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതൊക്കെ. ഇതൊന്നും പോരാതെ നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾ എത്ര കൊല്ലം പഠിക്കുന്നു അത്രയും കൊല്ലത്തെ എഫേർട്ട്, പ്രഷർ. പല ആൾക്കാർക്കും പ്രഷർ കൂടിയിട്ട് മെന്റൽ ഡിപ്രഷൻ വരുന്ന അവസ്ഥകളുണ്ട്. അപ്പോ ഒരു ജോലിക്ക് നിങ്ങൾ കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം, നിങ്ങൾ നല്ലോണം ടൈം ഇടണം, നിങ്ങൾ നല്ലോണം എഫേർട്ട് ഇടണം. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ജോലി കയറും. ഇനി അതേസമയം അതേ പ്രായത്തിൽ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. റൈറ്റ്? ഏതൊരു ബിസിനസ് തുടങ്ങാൻ ഇന്നത്തെ കാലത്ത് ചുരുങ്ങിയത് ഒരു 10 ലക്ഷം ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും തുടങ്ങാൻ പറ്റും. അങ്ങനെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതേസമയം നിങ്ങളുടെ ഒരു +2 പഠനം കഴിഞ്ഞ് നിങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ഒരു MLM-ൽ ജോയിൻ ചെയ്യാം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അത് RCM പോലത്തെ ഒരു പ്രസ്ഥാനമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കൺസ്യൂമബിൾ ആണ്. നിങ്ങൾ വേറെ ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഒരു മാസം നിങ്ങൾ മാറ്റി ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വരുമാനം എത്തും. അത് അടുത്ത കുറച്ച് സെഷനിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് നമുക്ക് തുടക്കത്തിൽ വേണ്ടത്. നിങ്ങളുടെ ഇത്രയും കൊല്ലത്തെ ടൈം ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ എഫേർട്ട്. പക്ഷെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ളത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേസമയം നിങ്ങൾക്ക് ഒരു RCM പോലത്തെ ഒരു പ്രസ്ഥാനത്തിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടെ നമുക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി 0 ആണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ല. ഇഷ്ടമാണ്, നല്ലതാണ്, നല്ലതാണല്ലേ. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത സ്ഥിതിയിൽ എന്തോ ഒരു പന്തികേടില്ലേ? ഇല്ലേ? അല്ലെ? നമുക്ക് ആരെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് തരുമ്പോ നമ്മൾ എന്താ പറയാ, എന്തോ ടൈപ്പാണല്ലോ എന്നല്ലേ? അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ട്രെയിനിലൊക്കെ കയറുമ്പോൾ നമ്മുടെ പിതാക്കളും മാതാക്കളും ഒക്കെ പറയുന്നത്, നിങ്ങൾ ട്രെയിനിൽ കയറുമ്പോൾ സൂക്ഷിക്കണം, ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ വാങ്ങരുതെന്ന് പറയുന്നത്. എന്താ? ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനത്തിൽ ആത്മാർത്ഥത ഇത്തിരി കുറവായിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജോബിൽ എപ്പോഴും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. എങ്ങനത്തെ റിസ്ക്? ജോബ് എപ്പോ വേണമെങ്കിലും പോവാം. ഏത് സമയം വേണമെങ്കിലും ജോബ് പോവാം, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ കോവിഡ് കാലത്ത് തന്നെ എത്ര പേരാണ് അൺഎംപ്ലോയിഡ് ആണ്? ഏകദേശം 9.1% ആണ് ഇന്ന് അൺഎംപ്ലോയ്മെന്റ് ലെവൽ നിൽക്കുന്നത് ഇന്ത്യയിൽ. അപ്പൊ ജോലി എപ്പോ വേണമെങ്കിൽ പോവാം, അതിലൊരു സെക്യൂരിറ്റി ഇല്ല. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടർ ഹൈ ആണ്. ഇനി നിങ്ങൾ ബിസിനസ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റിസ്ക് ഫാക്ടർ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യം, കമ്പനി പൊട്ടിയാൽ മൊത്തം പൊട്ടി.
ഒന്നും ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരും. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടർ അതിനും ഉയർന്നതാണ്. പക്ഷേ ഈ റിസ്ക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ബിസിനസ് ആണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിനെ പറ്റി ചെറുതായിട്ട് ഒരു നോളജ് ഉണ്ടായാൽ മതി. പക്ഷേ നിങ്ങളൊരു ജോബിൽ കയറുന്ന വെച്ചാൽ നിങ്ങൾ ക്വാളിഫിക്കേഷൻ വേണം. ക്വാളിഫിക്കേഷൻ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നല്ല ലെവലിൽ എത്തണം, ക്യാമ്പസ് പ്ലേസ്മെന്റ് കഴിയണം, എന്നിട്ടാണ് നിങ്ങൾക്ക് ജോബ് കിട്ടുള്ളൂ. ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സമയത്തിന്റെ റിസ്ക്കും കൂടിയാണ്, എഫേർട്ടിന്റെ റിസ്ക്കും കൂടിയാണ്, നിങ്ങൾ അത് പോരാതെ ചെലവാക്കുന്ന കാശിന്റെ റിസ്ക്കും കൂടിയാണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന റിസ്ക് എന്ന് പറയുന്നത് പ്യുവർലി മണി ബേസിസിലാണ്. കാരണം മണി നല്ല രീതിയിൽ ചിലപ്പോൾ ബിസിനസ് മോശമാണെങ്കിൽ പൊട്ടിപ്പോകും. ഇനി ആർസിഎം പോലത്തെ ഒരു പ്രസ്ഥാനത്തിനാണ് നിങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിസ്ക് ഉണ്ടോ? ഞാൻ കുറച്ച് ഒരു 8-10 മാസത്തേക്ക് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി, എനിക്ക് ഇതിന്റെ ആശയം മനസ്സിലായില്ല, അല്ലെങ്കിൽ എനിക്കിത് പറഞ്ഞു തരാൻ പ്രാപ്തമായ ഒരു ലീഡർ എന്റെ കയ്യിൽ ഇല്ല എന്ന് വെച്ച് ഞാൻ 8ാമത്തെ മാസം ഈ ബിസിനസ് നിർത്തിപ്പോയി എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 10 പൈസ നഷ്ടമില്ല. മാത്രമല്ല എന്റെ വീട്ടിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പോലും അറിയാതെ ആരോഗ്യം വരും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പോ ഇവിടെ നമുക്ക് നോ റിസ്ക് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളൊരു ജോബിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും. കാരണം ഇത്ര പേരെ നിങ്ങൾ കളിച്ചു നടന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ കുറച്ചൊരു സീരിയസ്നെസ് വരും, കുറച്ചൊന്ന് മെച്യൂർഡ് ആവും. പക്ഷേ ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടോ? ഉണ്ടോ? നടക്കുന്നുണ്ടോ? അടുത്താക്ക് നടക്കുന്നുണ്ടാവോ? നിങ്ങളൊരു ജോബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവോ? അതിനെന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളത് ആദ്യം നമ്മൾ അറിയണം, അല്ലെ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളും ഉണർത്തിയിടുന്നുകൊണ്ട് അത് ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കുക, അതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുക. ശരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടോ? ഉണ്ടോ? കാര്യം ഉണ്ടോ? ഇല്ല, ഇവിടെ നടക്കുന്നില്ല. കാരണം നിങ്ങളൊരു ജോബിൽ പോയി കാണാൻ സത്യത്തിൽ നടക്കുന്ന വേറെ ഒന്നുമല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച അതേ അവസ്ഥ തന്നെയാണ് നമ്മളൊരാൾ ഭരിച്ചുകൊണ്ടിരിക്കും. അവിടെ ഡെവലപ്മെന്റ് അല്ല, അവിടെ സപ്രഷനാണ്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഇതിലൊരു ചോദ്യം വരും. നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും അവിടെ അത്ര വലിയ അപ്രീസിയേഷൻ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. എന്നാൽ നിങ്ങളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു 10,000 പേരുണ്ടായി. അപ്പൊ നിങ്ങളുടെ ഓഫീസ് എൻവയോൺമെന്റ് സത്യം പറഞ്ഞാൽ ഒരു മലിനീകരിച്ച എൻവയോൺമെന്റ് ആണ്. കാരണം അവിടെ എപ്പോഴും പ്രഷറാണ്, അവിടെ എപ്പോഴും ഡിപ്രഷനാണ്, അവിടെ നമ്മളെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യുക, അങ്ങനെ ചെയ്യും. അപ്പൊ എപ്പോഴും ഇവിടെ ഒരു പ്രോപ്പർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കാത്തതിന്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഒരു ബോസ് ഉണ്ട്. നമ്മളെ എല്ലാ കാര്യത്തിനും പുഷ് ചെയ്യുന്നതും നമ്മളെ എല്ലാ കാര്യത്തിനും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ബോസ് ഉണ്ട് നമുക്ക്. എന്നാൽ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോപ്പർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നില്ല. കാരണം ഞാനിപ്പോ ഒരു മീൻ കട തുടങ്ങി കഴിഞ്ഞാൽ, ഞാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ മീൻ മേടിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മീനിന്റെ കുറച്ച് ഡീലേഴ്സ് ആയിരിക്കും. എന്റെ സംസാരം അവിടെ അവരെ പോലെ തന്നെയായിരിക്കും. വലിയ മാറ്റുന്നുണ്ടാവും. ഞാൻ ഇറച്ചിക്കട തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി റഫായിരിക്കും, കാരണം ഡെയിലി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരെന്ത് പറഞ്ഞാലും നമ്മള് വെട്ടൊന്നും മുറിയിലുണ്ട്, ആ രീതിയിലാണ് സംസാരം മാറും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നില്ല. ഇനി അത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ സ്കോപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു ബിസിനസ്സിൽ നിങ്ങളാണ് ബോസ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുന്നതാണ് അവിടെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ് ആണെങ്കിലും അതിന്റെ രീതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തെറ്റൊരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് തോന്നില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നോ ബോസ് ആണെങ്കിൽ പോലും അതിനൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. എന്നാൽ ആർസിഎം പോലത്തെ ഒരു പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആക്ച്വലി നടക്കുന്നുണ്ട്. പറയേണ്ടതല്ല, ആക്ച്വലി നടക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ കണ്ടു കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ വന്ന് സംസാരിച്ചു, അല്ലെ? ഈ പറഞ്ഞ ആൾക്കാർ ഒന്ന് എണ്ണിക്കോ, ഇന്നിവിടെ മൈക്ക് പിടിച്ച ആൾക്കാർ ഒന്ന് എണ്ണിക്കോ. സാറ് പിന്നെ ഓക്കെ പഠിച്ചു സാറിനോ. നിങ്ങൾ 3 പേരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തൻസി ആങ്കറിങ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, അല്ലെ? 3 വട്ടം ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഇത്രയും വലിയ ഓഡിയൻസിന് മുമ്പിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റമീസ് ഇല്ല, സാറ് ഇല്ല. സാറ് കഴിഞ്ഞ മുന്നത്തെ വട്ടം നമ്മുടെ യൂത്ത് പ്രോഗ്രാമിനാണ് ആദ്യമായിട്ട് മൈക്ക് പിടിക്കുന്നത്. നല്ലൊരു കൈയടി. ഇതാണ് യഥാർത്ഥ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. കാരണം ഇന്നേ വരെ പ്രോപ്പർ ആയിട്ട് ഫോർമൽ ഷൂ ധരിക്കാൻ അറിയാത്ത ഒരാളെ കൊണ്ട് ഷൂ ഇടുകയും, ഇന്നേ വരെ മുണ്ട് മാത്രം ചിറ്റ് ശീലിച്ച ഒരാളെ കൊണ്ട് പാന്റ് ഇടിപ്പിക്കുകയും ടൈ ഇടിപ്പിക്കുകയും അവന്റെ മൊത്തത്തിലുള്ള ഔട്ട്ഫിറ്റ് മാറുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ആർസിഎം. കാരണം ഇന്നത്തെ
ഇന്നത്തെ ഏത് കമ്പനികളിൽ നിങ്ങൾ പോയാലും അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ടിന് വന്നോളൂ എന്നാണ്. ഇൻഫോർമൽ ഡ്രസ് ഇട്ട് വന്നോളൂ. ഇൻഫോർമൽ ഡ്രസ് ഇട്ട് വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ ഇൻഫോർമൽ ഡ്രസ് ഇട്ട് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അത് ഡ്രസ്സിന് മാത്രമല്ല ചെയ്യുന്ന വർക്കിനും ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. എന്നാൽ എല്ലാവരും യൂണിഫോം ഇട്ട് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അത് മാത്രമല്ല അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. നിങ്ങൾ അസംബ്ലിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാർച്ച് പാസ്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാവരും ഒരേ രീതിയിലാണ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡ്രസ്സിങ് സെയിം ആണ്. ഒപ്പം ഡ്രസ്സിങ് സെയിം ആകുമ്പോൾ മെന്റാലിറ്റി വരും നമ്മൾ ഒന്നാണെന്നത്. ഇത് പല ഓഫീസുകളിലും ഇല്ല. അതില്ലാതെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഒരു അവസരം വരുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മാനേജറിനോട് ചോദിച്ചിട്ടുണ്ടോ, സാറേ ഞാനൊരു ഐഡിയ പറഞ്ഞോട്ടെ നമുക്ക് കമ്പനിക്ക് ഗുണമുള്ളതാവുന്നു? അങ്ങനെ പറഞ്ഞാൽ തന്നെ മാനേജർ സമ്മതിക്കുമോ? ആള് ചോദിക്കും ഞാൻ പിന്നെ ഇവിടെ എന്തിനിരിക്കണേ? ഇതാണ് ചോദിക്കുക, ഞാൻ പിന്നെ ഇവിടെ എന്തിനിരിക്കണേ? എനിക്ക് പറഞ്ഞൂടെ, താൻ പറഞ്ഞിട്ട് വേണം ചോദിക്കും. ഇതാണ് നടക്കുന്നത്. ഇവിടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുകയല്ല, ഉള്ള പേഴ്സണാലിറ്റി സപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ RSM പോലത്തെ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് സഭാകമ്പുള്ള ഒരാളായിരുന്നു. ഞാൻ ക്ലാസ്സുകളൊന്നും എടുക്കാറില്ല. എനിക്ക് അസംബ്ലിക്ക് എന്തെങ്കിലും ഒരു ഇത് തന്ന പജ്ജ് പറയാനൊക്കെ പറഞ്ഞു ഏറ്റവും നല്ല മോശം രീതിയിൽ തെറ്റിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം വാദോരാതെ ഞാൻ സംസാരിക്കുന്നു. എൻ്റെ ഡ്രസ്സിങ്ങിൽ മാറ്റം വരുന്നു, എൻ്റെ ബോഡി ലാംഗ്വേജിൽ മാറ്റം വരുന്നു, മൊത്തത്തിൽ മാറ്റം വരുന്നു. മാറ്റം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ വരെ മാറ്റം വരും. മറ്റേത് വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ മോനെ കൂട്ടാൻ എന്ന് പറഞ്ഞൊരാള് ഇന്ന് എന്താ അച്ഛാ എന്താ അമ്മയെന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തമ കാരണം ഹാസ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നിങ്ങൾ ഏത് മോട്ടിവേഷണൽ ക്ലാസ്സിൽ പോയാലും എവിടെ ചെന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്താലും അല്ലെങ്കിൽ എവിടെ ചെന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലും പല കോഴ്സുകളുണ്ട്. ഒരു 5-6 ദിവസത്തെ ട്രെയിനിങ് സ്ഥാനത്ത് എടുക്കാറുണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ പല സ്ഥലത്തും ട്രെയിനിങ്ങുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇവിടെ ചെന്ന് കിട്ടാത്തൊരു സംഭവം കിട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആർട്സിൽ വന്ന ഒരു വ്യക്തി പോലും മോശം സ്വഭാവമുള്ള ആൾക്കാരല്ല. ഇനി അഥവാ മോശം സ്വഭാവം കൊണ്ട് വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ആ കടയിൽ കയറുന്നേക്കാളും മുന്നേ അവിടെ പുറത്തത് മാറ്റിവെക്കും. ഉള്ളിൽ കയറി പൂർണ്ണമായിട്ടും ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനായിട്ടാണ് മാറുന്നത്. അത്തരം ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വഭാവം മാറും. നമ്മുടെ കൂട്ടുകെട്ട് മഹാമോശമാണ്, എന്നും തേറി ചീത്തവിളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും വീട്ടിൽ വന്ന് തന്നെ പറയുള്ളൂ അല്ലെ. കുടിയന്മാരെപ്പോഴും ഒരു ഇത്തിരി ഇതായിരിക്കും അല്ലെ, വയലന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അത് കോമൺ ആയിട്ടൊരു ട്രേറ്റ് ആണ് അവരുടെ. കുടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പെരുമാറാൻ പാടുന്നൊരു ചട്ടം അവരുടെ മനസ്സിലുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പെരുമാറുന്ന ആളും നമ്മൾ സംസാരിക്കുന്ന ആരോടാണെങ്കിലും അവരൊക്കെ നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളും ഒരു നല്ല മനുഷ്യനായിട്ട് മാറും. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പൊ ഇവിടെ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രമല്ല, നാലാമത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്, ഇവിടെ ബോസ് ഇല്ല. നല്ല കാര്യമാണ് ബോസ് ഇല്ലാത്തത്. കുഴപ്പമില്ല അല്ലെ, ബോസ് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ, ആർക്കുള്ളായിരുന്നു, നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊള്ളും. പക്ഷെ ഇവിടെ ഒരു ബോസ് ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ യു ആർ യുവർ ഓൺ ബോസ്. അതായത് നിങ്ങൾ എപ്പോ വർക്ക് ചെയ്യണം, നിങ്ങളെപ്പോ ഇരിക്കണം, നിങ്ങൾ ആരോടൊപ്പം അസോസിയേറ്റ് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതുന്നുള്ളൂ, എല്ലാം ഞാൻ എഴുതുന്നില്ല കാരണം സമയക്കുറവുണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിനെയും നിങ്ങൾക്ക് ജോലി ചെയ്യാം. ജോലി ചെയ്തുകൊണ്ട് ജീവിതകാലം മൊത്തം ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ശാന്തമായ ജീവിതം ജീവിക്കാം. പക്ഷേ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് മൂടി വയ്ക്കേണ്ടി വരും. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ബോയ്സിന്റെ ആഗ്രഹമായിരിക്കും നല്ലൊരു ബൈക്ക്. അത് സ്വന്തം കാശുണ്ടാവുമ്പോൾ അത്രയും സന്തോഷമാണ്. പക്ഷെ പറ്റാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നിർവാഹമില്ല. പലപ്പോഴും പല ആഗ്രഹങ്ങളും 60-70 എത്തുന്നതാണ് സാധിക്കുക. അന്ന് ബൈക്ക് കിട്ടിയിട്ട് എന്താ ചെയ്യുക? ഷോറൂമിൽ വെക്കാം, ആന്റിക് പീസായിട്ട് വെക്കാം. പക്ഷേ ഇവിടെ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് തരാൻ പ്രാപ്തമായ ഒരു സംവിധാനം TCG നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, അദ്ദേഹം നേരത്തെ സാർ വിശേഷിപ്പിച്ച പോലെ ഇന്ത്യയിലെ സെക്കൻഡ് ഗാന്ധി അല്ല, അദ്ദേഹം ഇന്ത്യയിലെ 1 and only TCG ആണ്. കാരണം അദ്ദേഹത്തെ പോലെ വേറെ ഒരാളെ കാണാൻ പറ്റില്ല. ഗാന്ധിജി നമുക്ക് സാധ്യത തന്നെങ്കിൽ, നമുക്ക് ജീവിക്കണമെങ്കിൽ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഇത് വേണം അല്ലെ. ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ പോലും ഇന്ന് ഇന്ത്യയിൽ എത്ര പേര് ഗാന്ധിയുടെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്? ആരും ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രസ്ഥാനം വന്ന് ഇതിൽ അസോസിയേറ്റ് ചെയ്ത 10 കോടി ജനങ്ങൾക്കും കംപ്ലീറ്റ്ലി ഹെൽത്തും കംപ്ലീറ്റ്ലി വെൽത്തും നിരന്തരമായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, TCG എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഗാന്ധി അല്ല, അത് 1 and only TCG ആണ്. വേണമെങ്കിൽ നാളെ ഈ സിസ്റ്റത്തിലുള്ള ആൾക്കാരെ നമ്മൾ പറയും അതൊരു സെക്കൻഡ് TCG ആണ്, അല്ലെങ്കിൽ തേർഡ് TCG ആണ്, അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ TCG ആണെന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്ന് വേറെ ഏത് സംവിധാനം ഉണ്ടെങ്കിലും, വേറെ ഏത് ജോബ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് RSM.
ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത്രയും ചെറുപ്പക്കാര് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാം നിങ്ങളുടെ ഏജിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിലോ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ശരിയാവുന്നില്ല, എനിക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന വെച്ചാൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ അതേ സെയിം ഏജിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈഗോയുടെ ഒരു പ്രശ്നം വരുന്നില്ല. പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകൾ ചിലപ്പോൾ ലീഡേഴ്സ് ക്ലാസ്സിൽ നമുക്ക് പേടിയാണ്. ഇന്ന് ഞാൻ കണ്ടു ഗിരീഷ് സാർ പറഞ്ഞപ്പോൾ തൻസി 2 സ്റ്റെപ്പ് പിന്നിലോട്ട് പോയി. എന്തിനാ തൻസി 2 സ്റ്റെപ്പ് പിന്നിലോട്ട് പോയി? ബഹുമാനം പിന്നിലോട്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് നമ്മളെക്കാളും സുപ്പീരിയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാളും കുറച്ചും കൂടി ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു റെസ്പെക്ട് ഉണ്ട്. ആ റെസ്പെക്ട് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റാറില്ല, നമ്മുടെ പല ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ പറ്റാറില്ല. അവർക്കും അതിനുള്ള സമയമില്ല, സമയപരിധിയുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഓരോ ആൾക്കാർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ പ്രാപ്തരായ ഒരു കൂട്ടായ്മ നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറുകുറ്റി അല്ലെങ്കിൽ കോഴിക്കോട് പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ മീറ്റിംഗ് വെക്കുമ്പോൾ അവിടെ ലീഡേഴ്സിന്, നമ്മുടെ മുൻനിര എനർജറ്റിക് ആയ സുപ്പീരിയർ ലീഡേഴ്സിന് ഒരവസരം പോലും വിട്ടുകൊടുക്കാൻ പാടില്ല. എല്ലാം നമ്മൾ കൈയടക്കണം. കാരണം ആദ്യം പറഞ്ഞ പോലെ ചെറുപ്പക്കാരുടെ ബിസിനസ്സാണ്, ചെറുപ്പക്കാരുടെ മാത്രം ബിസിനസ്സാണ്. കാരണം ഇതിൽ വരുന്ന ആശയം അങ്ങനെയാണ്. നിങ്ങൾ ഗുഡ്ഡോട്ട് ഉൽപ്പന്നങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ നിലവിൽ വേറെ ഒരു കമ്പനി പോലും ഗുഡ്ഡോട്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം ഇറക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം എല്ലാവരെക്കാളും മുന്നേ ചിന്തിക്കുന്ന ഒരു കമ്പനിയാണിത്. ഒക്കെ പോട്ടെ, കോവിഡ് വരുന്നേക്കാളും 3 കൊല്ലം മുന്നേ ഈ കമ്പനി മെന്നും വുമണും ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് വരുന്നേക്കാളും 3 കൊല്ലം തന്നെ നിങ്ങൾക്കുള്ള പ്രോപ്പർ ഇമ്മ്യൂണിറ്റി തരാൻ പ്രാപ്തമായ ഒരു പ്രസ്ഥാനത്തിലാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. അതും കഴിഞ്ഞു, ഹരിതസഞ്ജീവനി പോലത്തെ ഒരു ബ്രാൻഡ് കർഷക സമരത്തിന് മുന്നേ ഏകദേശം 5-6 കൊല്ലം മുന്നേ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു കർഷകൻ പോലും ഒരു രീതിയിലും ആത്മഹത്യ എന്ന് പറഞ്ഞൊരു ചിന്ത പോലും മനസ്സിൽ വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ അത്രയും വിഷൻ ഉള്ള ഒരു കമ്പനിയാണ്. ഇനി TVSന്റെ ഈ മെറ്റീരിയലും കൂടി ഇറങ്ങുന്നതിനേക്കാളും മുന്നേ നമുക്ക് അതിന് മുന്നേ തുളസി പെയിന്റ്സ് ഞാൻ വിട്ടുപോയി. തുളസി പെയിന്റ്സ് പറഞ്ഞുള്ള ഒരു പ്രൊഡക്റ്റും കൂടി നമുക്ക് ഇറങ്ങി, പലതരത്തിലുള്ള പല സിഗ്മെന്റുകളിലുള്ള പെയിന്റ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉള്ളിൽ കൺസ്യൂം ചെയ്യുന്നതും നിങ്ങൾ പുറത്ത് ധരിക്കുന്നതും നിങ്ങൾ താമസിക്കുന്ന പാർപ്പിടമാണെങ്കിലും എല്ലാം സെൽഫ് പ്രൊമോട്ടിംഗ് ആയിരിക്കണം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി പറയാണ്, നിങ്ങൾ സത്യം പറഞ്ഞാൽ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോണ്ട, നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ വീടിന്റെ പുറത്ത് പെയിന്റ് അടിച്ചുകൊണ്ട് ഇരുന്നാ മതി, ആൾക്കാർ വന്ന് ക്യൂ നിൽക്കും എന്നാണ് പറയുന്നത്. ഇത്രയും പവർഫുൾ വിഷനുള്ള ഒരു കമ്പനി എനിക്ക് കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആശയങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. കാരണം ഇന്ന് ഒരു കമ്പനി നിങ്ങളോട് പറയില്ല, നിങ്ങൾ വരൂ ഞങ്ങളുടെ കമ്പനിയിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ കാണും, അവിടെ ചെന്ന് ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്ത് കാണുന്നത് പറയാൻ ധൈര്യമുള്ള ഒരു കമ്പനിയും ഇന്ന് നിലവിലില്ല. ഇത് നമ്മുടെ പെയിന്റാണ്, ഇത് നമ്മുടെ പെയിന്റാണ്. അതുകൊണ്ടാണ് ഷട്ടർ പാതിയാണെന്നിട്ടും ഇത്ര വെളിച്ചം ഈ മുറിയിലുള്ളത്. കാരണം അത്രയും ഫിനിഷിംഗ് ഉള്ളതും അത്രയും ഗ്ലോസി ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്ന എല്ലാവരും ധരിക്കുന്നതും കഴിക്കുന്നതും 4 ലിറ്റർ 6 ലിറ്റർ കൊണ്ട് അടിച്ചു, 2 കോട്ട് 6 ലിറ്റർ കൊണ്ട് 2 കോട്ട് പെയിന്റാണ് അടിച്ചത്. നിങ്ങളത് നോക്കി കഴിഞ്ഞാൽ ഫിനിഷിംഗ് കണ്ടു, അടിപൊളി ഫിനിഷിംഗ് ആണ്. ഇതിപ്പോ ഫിനിഷിംഗ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. കുറച്ച് പേര് നോക്കണ്ട, എന്തപ്പോ ഇയാൾ പറയണേ, എന്തപ്പോ ഫിനിഷിംഗ് എന്നുള്ളത് പേടിക്കണ്ട. കുറച്ച് നാൾ മുന്നേ പെയിന്റ് വന്നപ്പോ എന്റെ അവസ്ഥ ഇതന്നെയായിരുന്നു. കൃഷ്ണവാസാന്റെ ക്ലാസ് കേട്ടപ്പോ ഒന്നും മനസ്സിലായിരുന്നു മാത്രമല്ല എനിക്ക് ആൾക്കൂടി കൺഫ്യൂഷനായി. ഇപ്പൊ പെയിന്റ് എങ്ങനെ മുക്ക് എങ്ങനെ ഇതാക്കുന്ന അറിയില്ല, മിക്സ് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ഇതൊന്നും നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതൊരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ നിലവിലുള്ള പഠന സംവിധാനത്തിൽ പഠിക്കാത്ത കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് എവിടെ പോയാലും, നിങ്ങളൊരു ആശയം കാരണം നിങ്ങൾ ഏത് പലചരക്കടയിൽ പോയാലും നിങ്ങൾ ഉൽപ്പന്നം എടുത്തുകൊണ്ട് ആ ഉൽപ്പന്നത്തിൽ എന്തെങ്കിലും ഒരു തെറ്റാണെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇത് കൂടുതലാണല്ലോ, ഇലക്ട്രോമൈഡിന്റെ അളവ് കൂടുതലാണല്ലോ, ഇത് നല്ലതല്ലല്ലോ ശരീരത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് നിങ്ങളൊരു ആശയ പ്രവർത്തകനായതുകൊണ്ടാണ്. അതല്ല, നിങ്ങൾ വീട്ടിൽ ചെന്ന് അവർക്ക് എന്നും സ്ഥിരമായിട്ട് ജലദോഷം തുമ്മലും കഫം ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് കിട്ടുമെന്ന് പറയാൻ പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനം ആശയമേ ഉള്ളൂ. ഇനി പെയിന്റുകാരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പല പെയിന്റുകാരും നിങ്ങൾ പറ്റിക്കാൻ നോക്കും. അവർ പറയും ഇത് മേടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എഫക്ട് കിട്ടും, ഇത് മേടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ, കാരണം അവർക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടും. അവിടെ നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റും. അല്ല സുഹൃത്തെ, ഇത് ഇത്ര മിക്സറിൽ ഇത്രയും പാട്ടയിൽ ഇത്രയും 600 ml വെള്ളം കലക്കി കഴിഞ്ഞാൽ ഇത്രയും നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ പെയിന്റുകാരൻ നോക്കും, ഇയാൾ ഷർട്ടും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇയാൾ പെയിന്റ് പണിയായിരുന്നു ചോദിക്കും. കാരണം ജീവിതത്തിൽ നമ്മൾ കാണാത്തതും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാത്ത പല സന്ദർഭങ്ങളെയും ഒന്നും കൂടി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ട് എന്താണ് ശരി എന്ന് കാണിച്ചു തരുന്ന ഒരു പ്രസ്ഥാനമാണ് ആർസി. ഞാൻ നേരത്തെ പറഞ്ഞ
തക്കാളി മേടിക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചീന തക്കാളി നല്ല തക്കാളി നമുക്ക് അറിയാവുന്ന ഇതുണ്ടായിരുന്നില്ല, സെൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സെൻസിനെ ഒക്കെ പൊടി തട്ടി എടുത്തുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നമുക്ക് നിലനിൽക്കുന്ന എന്താണ് കറക്റ്റ്, എന്താണ് ശരി എന്ന് വ്യക്തമായിട്ട് വരച്ചു കാട്ടുന്ന ഒരു പ്രസ്ഥാനമാണ് RC. അതുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ യാതൊരു തരത്തിലുള്ളതെന്നാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളും എനിക്ക് ഇപ്പോഴോ അല്ലെങ്കിൽ മുന്നെയോ പല ബ്രാൻഡുകളുടെ ഡ്രസ്സും പല ബ്രാൻഡുകളുടെ ഷൂവും പല ബ്രാൻഡുകളുടെ വാച്ചും ഇട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ബ്രാൻഡുകൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൽ അഭിമാനം കൊള്ളാനായിട്ട് ഒന്നുമില്ല. അത് വിദേശ കമ്പനികളാണ്, അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമില്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും കിട്ടില്ല. പക്ഷേ ഇവിടെ RCMന്റെ ഡ്രസ്സും RCMന്റെ പാന്റും RCMന്റെ ട്രൗസറും RCMന്റെ ഉള്ളിലിരിക്കുന്ന അണ്ടർ ഗാർമെന്റ്സും RCMന്റെ ടൈയും RCMന്റെ കോട്ടും RCMന്റെ ബൈക്കും RCMന്റെ കാറൊക്കെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ നന്നാവുന്നത് 1 കോടി ജനങ്ങളാണ്. നിങ്ങളുടെ കൂടെ വന്ന ഒരു കൂട്ടം ജനങ്ങളാണ് നിങ്ങളാണ്, അല്ലാതെ വേറൊരു കമ്പനിയല്ല. ഒറ്റ രൂപ വിദേശ രാജ്യങ്ങളിലേക്ക് പോവാതെ RCM ഈ ഒരു പ്രസ്ഥാനം ഉറച്ചു പിടിക്കുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ നന്മ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ജോലിക്ക് പോവുകയാണെങ്കിൽ ഞാൻ സ്പോർട്ടാണെന്നും പറയില്ല, കാരണം ഓരോരുത്തരുടെ പാഷനാണ്, ഓരോരുത്തരുടെ ആഗ്രഹമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നിങ്ങളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നിങ്ങളുടെ കാലിൽ ഒരു ചങ്ങലുണ്ടായിരിക്കും. നിങ്ങൾക്ക് നിന്ന് തിരിയാനാണെങ്കിലും ഒരു പെർമിഷൻ ചോദിക്കണം. ഞാൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞോട്ടെ, ഞാൻ റൈറ്റിലേക്ക് തിരിഞ്ഞോട്ടെ. പക്ഷെ RCM നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കണം. ഇന്ന് ഈ പ്രോഗ്രാം നമുക്ക് ഇവിടെ നടന്നു വെച്ചാൽ നമുക്ക് ആരുടെയും പെർമിഷൻ വേണം, സാറിന്റെ വേണം, ഡിബേറ്റ് സാറിന്റെ വേണം. പക്ഷെ അത് ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ മനസ്സുകൊണ്ട് അദ്ദേഹം തന്നു കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ എവിടെ വേണമെങ്കിലും മീറ്റിംഗ് നടത്താനുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. റൈറ്റ്, ഇന്നത്തെ ഏതൊരു സ്ഥലത്തെ മോട്ടിവേഷൻ ട്രെയിനറിന് പോലും സാധ്യതയില്ല. ഇവിടെ നിങ്ങളൊരു മോട്ടിവേഷൻ ട്രെയിനറാണ്, ഇവിടെ നിങ്ങളൊരു പലചരക്കടക്കാരനാണ്, ഇവിടെ നിങ്ങളൊരു ന്യൂട്രീഷൻ കൗൺസിലറാണ്, ഇവിടെ നിങ്ങളൊരു പെയിന്ററാണ്. ഇവിടെ നാളെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മെക്കാനിക് ആയിട്ട് മാറും. നാളെ വണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡീലർഷിപ്പ് ഏജന്റ് ആയിട്ട് മാറും. സോ എന്തും ആവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇഷ്ടമായത് എല്ലാം എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ സംബന്ധിച്ചോളം മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഡ്രസ്സുകൾ പ്രൊമോട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഷൂസ് പ്രൊമോട്ട് ചെയ്യാം, നിങ്ങൾക്ക് പല പ്രൈസിലുള്ള നമുക്ക് പ്രൊഡക്റ്റ് റേഞ്ചുകൾ പ്രൊമോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള സംഭവം കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രോപ്പർലി ഉപയോഗിക്കുക. അതിനൊപ്പം തന്നെ ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യൽ ശരിക്കും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ ഒരു കമ്പൽഷനും ഇല്ല. നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് നിങ്ങളുടെ രീതിയിൽ ഇന്ന് ചെറുതായിട്ടൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ 2 കാലിൽ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് എനിക്ക് ഇവിടെ വെച്ച് തരാൻ പറ്റും. അത് ഇന്ന് നിൽക്കുന്ന പല കമ്പനികൾക്കും പോലും തരാൻ പറ്റില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ നീ നിന്റെ സ്വന്തം കാലിൽ നിന്ന് നല്ലൊരു ശമ്പളം ഏൺ ചെയ്യുന്നത് ഒരു കമ്പനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ സമയം ഒരു ദിവസത്തെ ഒരു 2-3 മണിക്കൂർ ഇതിലേക്ക് മാറ്റിവെച്ച് കുറച്ച് കൂട്ടുകാരെ ഉപയോഗിച്ച് കുറച്ച് കൂട്ടുകാരുടെ കൂട്ടം കൂടി അവരുടെ ഇടയിലേക്ക് ഈ ആശയം എത്തിച്ചുകൊണ്ട് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 5 കൊല്ലം എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളത്. അപ്പൊ അത് ഒന്നുകൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം ഈ ഒരു മാസം ശരിക്കും പറഞ്ഞാൽ യൂത്തിന്റെ മാസമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മാസം നമ്മൾ യൂത്ത് മന്ത് ആയിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നാണ്. കാരണം ഇന്ന് ഇവിടെ തുടങ്ങിയ ഒരു സംരംഭം ഇനി അടുത്ത ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ കോഴിക്കോട് വണ്ടർവേൾഡിലേക്ക് നമ്മൾ മാറ്റും. അതിന് മുന്നേ ഒരു യൂത്ത് പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പൊ ഈ കോഴിക്കോട്ടേക്ക് നമ്മൾ എത്തുമ്പോൾ അതിന് മുന്നേ ചെറിയൊരു ട്രെയിലർ മാത്രമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എത്തുമ്പോൾ അവിടെ നിറഞ്ഞൊഴുകണം. കാരണം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എറണാകുളം തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ അവിടുന്ന് കോഴിക്കോട് ബാക്കി ഏരിയകളിൽ ആൾക്കാർ നിൽക്കും. അങ്ങനെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു കൂട്ടം ചെറുപ്പക്കാർ നടന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇന്നൊരു പാർട്ടിക്കാർക്ക് പോലും സ്വപ്നം കാണാൻ പറ്റില്ല. കോൺഗ്രസ് പറയുന്നു യൂത്ത് കോൺഗ്രസ് ഫോം ചെയ്യും, ഒരുപാട് ആൾക്കാർ വരുന്നത്. എത്ര യൂത്തന്മാരുണ്ട്. ഇന്ന് RCM എന്നുള്ളത് ആ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്രയും പേരെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇതിന്റെ പവർ ഇനി പാർട്ടികൾ കാണാൻ പോകുന്നേ. ഞാൻ പറയുന്നു, അടുത്ത ഒരു 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗിരീഷ് ചാലക്കുടി എന്നൊരു വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് പാസ്. അതിലൊരു ഡൗട്ടും വേണ്ട. കാരണം ഇന്ന് RCM പോലത്തെ മറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകൾ വളരെ വിരളമാണ്. ഇത്തരം സ്റ്റാൻഡേർഡുള്ള മാർക്കറ്റിംഗുകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് നമുക്കായിട്ട് ഇത് പ്രോപ്പർലി മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി തന്നിട്ടുണ്ട്. അധികം വൈകാതെ അതിനൊരു മിനിസ്റ്റർ വരും. അങ്ങനെ ഒരു മിനിസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഉത്തരവ് വരും. ഇത് ഇത്രയും കാലമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ആൾക്ക് മാത്രമേ മിനിസ്റ്റർ ആവാൻ പറ്റൂ. അങ്ങനെ ആവുമ്പോൾ ഇന്ന്
കേരളത്തിലെ നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ CRN മൂർത്തിജി അദ്ദേഹമായിരിക്കും ഒരു പക്ഷേ MLM-ന്റെ ഫസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ മിനിസ്റ്റർ അദ്ദേഹമാണ്. ഇത് പറയുന്നത് നിങ്ങൾക്ക് അതിശോക്തിയായിട്ട് തോന്നിയേക്കാം, പക്ഷെ ഇതൊന്നും നടക്കാത്ത കാര്യമല്ല. കാരണം ഇന്ന് ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഒരു 15 കൊല്ലം കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. പക്ഷെ ഇന്ന് കമ്പനി നമ്മളെ കണ്ണ് തുറപ്പിച്ചു, കാണിച്ചു തരുന്നു ഇനിയും ഉൽപ്പന്നങ്ങൾ വരാനുണ്ട്. 20% ഉൽപ്പന്നങ്ങൾ ഇന്ന് വന്നിട്ടുള്ളൂ, 20% സാധ്യതകൾ ഇന്ന് വന്നിട്ടുള്ളൂ. ഇന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കമ്പനി ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ട് പെട്രോളിയം എന്നുള്ള ഈ സർവീസിലേക്ക് നമുക്ക് മാറിക്കൂടാന്ന്. അധികം വൈകാതെ നമ്മുടെ പെട്രോൾ പമ്പുകൾ വരും. പെട്രോൾ അടിച്ചാലും വീതിക്കരുത്. നല്ലതാണോ? അത് കൈയടിച്ച് എത്ര പെട്ടെന്ന് നിങ്ങൾ കൈയടിച്ച് പാസ്സാക്കുന്നു നടപ്പിലാവും. ഇന്നത്തെ കേരള RCM എന്നല്ല, ഇന്ത്യൻ RCM ലെവലിൽ അറിയപ്പെടുന്നതും അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നല്ല നേട്ടങ്ങൾ ഈ വരുന്ന മാസങ്ങളിൽ കൈവരിച്ചുകൊണ്ട് നമുക്ക് ഇത് ഇരട്ടിയാക്കാം, അതിന്റെ ഇരട്ടിയാക്കാം, 10 മടങ്ങ് ഇരട്ടിയാക്കാം. ഇനി വരുന്ന സദസ്സുകളിൽ നമ്മൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ക്ലാസ് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറ്റണം. അത്രയും ചെറുപ്പക്കാരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യ എന്നല്ല കേരളം ഇന്ത്യയെക്കാളും വലുതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ എളിയ സെഷൻ എനിക്ക് ഇവിടെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്.